മാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ വിവിധ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ജീവിക്കുന്നവനായ ദൈവമേ, അങ്ങയുടെ ദിവ്യകാരുണ്യത്തിലുള്ള വലിയ സാന്നിധ്യത്തെ ഞങ്ങൾ അനുഭവമാക്കി മാറ്റുവാൻ, അഭിഷേകമാക്കി മാറ്റുവാൻ ഞങ്ങളെ തെരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ സാക്ഷ്യങ്ങളായി മാറ്റിത്തരണമേ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന്റെ ഒപ്പമായിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യകാരുണ്യം നൽകണമേ. നമ്മുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. ഈശ്വേ നന്ദി, ഈശ്വേ ആരാധന. നന്ദി, ആരാധന. ഷെക്കിന ടെലിവിഷനിലൂടെയും ഷാലോൺ ടെലിവിഷനിലൂടെയും കൃപാസനത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ എല്ലാം വിവിധങ്ങളായ സമയങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ ദൈവ മക്കളുടെ നിയോഗങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ആ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ
പ്രധാന സാക്ഷ്യം രേഖ കൈമാത്ര. ഒത്തിരി ഉടമ്പടി സൂത്രവാക്യങ്ങളും ഒത്തിരി ഉടമ്പടി പ്രക്രിയകളുമുള്ള ഒരു ജീവിതാനുഭവ സാക്ഷ്യമാണ് രേഖയുടേത്. ഞാൻ ചില സമയത്ത് ഓർത്തു പോയിട്ടുണ്ടേ, ആരോടാണ് ദൈവം കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതെന്ന്. ദൈവം കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക, സംവേദിക്കുക, സംസാരിക്കുക. ഏത് ടൈപ്പ് മനുഷ്യരോടാണ് ദൈവം കൂടുതൽ സംവേദിക്കുന്നത്? ഇനി കുറച്ചുകൂടി ചോദ്യം ഒന്ന് മറച്ചിട്ട് കഴിഞ്ഞാൽ, ദൈവം നമ്മളോട് സംവേദിക്കുന്ന സാധാരണ ജീവിത സാഹചര്യം എന്താണ്? ഇപ്പം രേഖ ശരിക്കും അവരുടെ സാക്ഷ്യം അവസാനിക്കുന്നതിനുള്ളിൽ ഞാൻ നോക്കിയിട്ട് ഒരു 4 പ്രാവശ്യം ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ദൈവം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് വിശ്വാസം മാത്രം മതി. ബാക്കിയെല്ലാം വിശ്വാസ വളർച്ചയുടെ ഭാഗങ്ങളാണ്. കൂദാശ ജീവിതമൊക്കെ വിശ്വാസ വളർച്ചയുടെ ഭാഗങ്ങളാണ്. ദൈവം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബേസിക്കായിട്ട് വിശ്വാസം മാത്രം മതി. വിശ്വാസത്തിന് ഒരു വിഷയമുള്ളത് രക്ഷിക്കപ്പെടുന്ന വിശ്വാസമായിരിക്കണം. എന്തെങ്കിലും വിശ്വാസം ആയാൽ പറ്റത്തില്ല. ഇപ്പം അമേരിക്ക നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ഇറ്റ് ഈസ് ദെയർ. അതൊരു വിശ്വാസമാണ്. അതുകൊണ്ട് നീ രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. രക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ നിന്നെ നിത്യത വരെ നിന്നെ ക്യാരി ചെയ്യാൻ പറ്റണം. നിത്യത വരെ നിന്നെ ഈ ജീവിതത്തിന് ശേഷവും നിന്നെ ഏറ്റെടുക്കുകയും നിൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യുന്ന വിശ്വാസമാണ് രക്ഷിക്കപ്പെടുന്ന വിശ്വാസം. അപ്പം ആ ഒരു വിശ്വാസം, അത് നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു വിശ്വാസമായിട്ട് തന്നെ, വിശ്വാസ രൂപം തന്നെ, അതിൻ്റെ പ്രാഗ് രൂപം, വിശ്വാസത്തിൻ്റെ ഒരു പ്രാഗ് രൂപം ഒരു ധാരണയായിട്ടാണ് വരണത്. വളരെ വിശ്വാസത്തിന് മുമ്പൊരു രൂപമുണ്ട്, അതിൻ്റെ പ്രാഗ് രൂപം. അതൊരു ധാരണ എന്ന് വേണേൽ പറയാം. ധാരണ, ഈ ധാരണയാണ് അത് മച്ചുറാകുമ്പോഴാണ് വിചാരമാകണത്. വിചാരമാണ് മച്ചുറാകുമ്പോഴാണ് വിശ്വാസമാകുന്നത്. വിശ്വാസം മച്ചുറാകുമ്പോഴാണ് വലിയ വിശ്വാസമാകുന്നത്. അപ്പോൾ തുടങ്ങണത് എങ്ങനെയാണ്? അപ്പോൾ നിനക്ക് ധാരണ ഉണ്ടായാൽ മതി. ഉടമ്പടി എടുക്കുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പക്ഷേ പെട്ടെന്ന് ഇടപെടാൻ സാധ്യതയുണ്ട്. ധാരണയാണത്. അപ്പോൾ ധാരണ വരുമ്പോൾ തന്നെ ദൈവം നെക്സ്റ്റ് ഡോറിലായെന്ന് അർത്ഥം. ഒരു ധാരണ കിട്ടിയാൽ മതി. ചില ആൾക്കാർ ധാരണയോടുള്ള റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ്, ചിലർ ധാരണ ഉണ്ടാകും, പക്ഷേ കോൾഡ് വെതറുള്ള ആൾക്കാരുണ്ടാകും. തണുത്ത വിശ്വാസത്തിൽ ശൈത്യ മേഖലയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാകും. ഒരു കോൾഡ് വെതറുകാരാണ്. ധാരണ കിട്ടിയാൽ 1 കൊല്ലം കഴിഞ്ഞൊക്കെ ഇത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ചിലർ ഭയങ്കര സമ്മർ സീസണിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാകും. വിശ്വാസത്തിൽ ധാരണ കിട്ടി അടുത്ത ആഴ്ചത്തെ അവർ ഉടമ്പടി എടുക്കും. ചിലർ ധാരണ കിട്ടിയാൽ 1.5 കൊല്ലം കഴിഞ്ഞ് ഉടമ്പടി എടുക്കത്തുള്ളൂ. ഈ ധാരണ ആക്ടിവേറ്റ് ആകാൻ എടുക്കുന്ന സമയം തന്നെയായിരിക്കും ഉടമ്പടി ക്രാക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം.
ഞാൻ പറഞ്ഞു വരണത്, ധാരണ പോലും ദൈവസ്വരമാണ്, വിചാരവും ദൈവസ്വരമാണ്. ധാരണ മച്ചുറായി കഴിയുമ്പോൾ വിചാരമാകും. ആ രക്തസ്രാവക്കാര രോഗിയുടെയൊക്കെ വിശ്വാസം ശരിക്കും ആദ്യം വിചാര രൂപത്തിലാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ഉള്ളിൽ വിചാരിച്ചു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. മർക്കോസ് 5:28. മർക്കോസ് 5:28. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി. പറഞ്ഞ അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. അപ്പോൾ അവൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഭയങ്കരമായ രീതിയിൽ ഒരു ലെഫ്റ്റലുഫായ പോലെ ഇങ്ങനെ, അതായത് വെറുക്കപ്പെട്ട് വിച്ഛേദിക്കപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലാണ്. കാര്യം 12 കൊല്ലമൊക്കെ ഇങ്ങനെ രക്തസ്രാവം വന്ന്, ഇന്നത്തെ കാലത്ത് തുണി പോലും ഇത്രയും സമൃദ്ധമായുള്ള കാലമാണിത്. ഇപ്പം എന്തെല്ലാം സംഭവങ്ങളാണ് ആൾക്കാർക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ അക്കാലത്ത് ലിനനാണ് ആൾക്കാർ ഉപയോഗിക്കുന്ന തുണി, അതുപോലും എല്ലാവർക്കും ഇല്ല. അപ്പം അങ്ങനെയുള്ള ആ കാലത്ത് തന്നെ ഒരു 12 കൊല്ലം രക്തസ്രാവം വന്നാൽ ആ വീട്ടിലെ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ അവൾക്കിനി വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കാര്യം ഈ 12 കൊല്ലമായിട്ടും ഇപ്പം നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഏജ് ഓവറായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ, 2 കാര്യം നിനക്ക് തരും. ഒന്ന്, യേശുവിനെ നിനക്ക് തരും. കാരണം നീ ഒത്തിരിയേറെ വിഷയങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തി പരാജയപ്പെട്ടു. ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഇരിക്കുന്ന സമയത്താണ് യേശുവിനെക്കുറിച്ച് ഇവൾ കേൾക്കണത്. നമുക്കറിയാമല്ലോ, ദൈവം നമ്മളുമായിട്ട് ദൈവം കോണ്ടാക്റ്റിലാകുന്നത് ആദ്യം തന്നെ ഈ കേൾവി നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആരോ പറഞ്ഞു, ചിലപ്പോൾ ശത്രുക്കൾ പറഞ്ഞാലും മിത്രങ്ങൾ പറഞ്ഞാലും ഒരു ബന്ധമില്ലാത്തത് പറഞ്ഞാലും ടി വി കേട്ടാലും റേഡിയോയിൽ കേട്ടാലും മൊബൈലിൽ കേട്ടാലും കേൾവി എങ്ങനെ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് അറിയത്തില്ല. ദൈവം ആദ്യം ഇൻട്രാക്ട് ചെയ്യുന്ന ശബ്ദത്തിലാണ്. ശബ്ദം ആരെങ്കിലും പറഞ്ഞാൽ മതി. നിങ്ങൾക്കറിയാം, നിങ്ങളിലെ ഒരു കുറേ അധികം പേരും ആരോ പറഞ്ഞത് കേട്ടാണ് വരണത്. ഈ വാഗ്ദാന പേടകം തന്നെ ആ ഒരു ദൈവം മനുഷ്യനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. വാഗ്ദാന പേടകത്തിൻ്റെ ഒരു മാതൃകാ രൂപമാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരുപക്ഷെ വെരി ഡീപ്പ് മീനിങ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഇൻട്രാക്ഷൻ്റെ ഒരു രൂപമാണ് വാഗ്ദാന പേടകം. ഈ വാഗ്ദാന പേടകത്തിന് പോലും അതൊരു ചെവിയുള്ള സംവിധാനമാണ്. ദൈവം നിങ്ങളെ കേൾക്കുന്ന, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വാഗ്ദാന പേടകം. ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം എടുത്തേ. സങ്കീർത്തനം, കെരൂബുകളുടെ മധ്യത്തിൽ വസിക്കുന്നവനെ നീ ചെവി ചായ്ച്ച് എന്നെ കേൾക്കണമെന്ന് സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നുണ്ട്. സങ്കീർത്തനം 80:1. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ. 80-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. ഇസ്രായേലിന്റെ ഇടയനെ, ഇസ്രായേലിന്റെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. അപ്പൊ കെരൂബുകളുടെ മേൽ വസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാന പേടകത്തിലെ ദൈവമെന്ന് എൻ്റെ അർത്ഥം. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റാൻ ഒരു പേടകത്തിൻ്റെ സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ
2 കെരൂബുകളെ പ്രതിഷ്ഠിച്ച് അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്തിൻ്റെ പേരാണ് കൃപാസനം. എന്നിട്ട് കൃപാസനമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെ. അത് നമ്മുടെ കൃപാസനത്തിൻ്റെ മുഖവാരം കണ്ടിട്ടില്ലേ? നിങ്ങൾ ഉടമ്പടി പത്രിക സമർപ്പിക്കുന്ന പേടകം കണ്ടിട്ടില്ലേ? എല്ലാം പഴയ നിയമത്തിലെ ഒരു ദൈവത്തിൻ്റെ ചെവിയുടെ സംവിധാനമാണിത്. ചെവിയും വായുവാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും, നിങ്ങൾ പറയുന്നത് കേൾക്കുകയും ചെയ്യും. നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും ദൈവമായിട്ട് നമ്മളൊരു സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇപ്പം തന്നെ ദൈവം സംസാരിക്കണത് നിങ്ങൾ പുറപ്പാട് 25-21 എടുത്തേ. പുറപ്പാട് 25-21. കൃപാസനം പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പം അത് കൃപാസനത്തിന്റെ മുഖവാരത്ത് കണ്ടില്ലേ? ആ കെരൂബുകളുടെ നടുക്ക് കർത്താവ് നിൽക്കണം കണ്ടില്ലേ? അതായത് നിങ്ങൾ തന്നെയും നാളെ ഒരു കൃപാസനമായി മാറും. ഈ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരണത് ഒരു മനുഷ്യൻ അവൻ പറയണത് പോലെ ചെയ്ത് കഴിയുമ്പോൾ വാഗ്ദാനം പ്രാപിക്കും. വാഗ്ദാനം പ്രാപിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള വാഗ്ദാനമാണ്, നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ ഞാൻ നിങ്ങളിൽ വന്ന് വാസം ഉറപ്പിക്കും. മനസ്സിലായില്ലേ? 15:7 എടുത്ത്. നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതായത് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ നിലനിൽക്കണം. അല്ലാതെ ഉടമ്പടി ഒന്ന് പുതുക്കി എന്നിട്ട് പിന്നെ നിങ്ങൾ പഴയതുപോലെ ഉഴപ്പി അങ്ങനെ പറ്റിയ കമ്മ്യൂണിക്കേഷൻ ബ്രേക്കാവും. ഉടമ്പടി പുതുക്കണൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ് ശരിക്കും. കാര്യം കമ്മ്യൂണിക്കേഷനാണ് ഇതിൻ്റെ ഉദ്ദേശം. പുതുക്കുന്ന അനുസരിച്ച് കൗൺസിലേഴ്സ് ഉൾപ്പെടെയുള്ള ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ആണ് ശരിക്കും നല്ല ഫ്ലോ, മുമ്പത്തേക്കാളും നിങ്ങൾ ഫ്ലറിഷ് ആകുന്നുണ്ടോ? അതാണ് ഉടമ്പടിയിലുണ്ടായ വിഷയം. ഉടമ്പടി പുതുക്കുന്ന അനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയി വരണം. ദൈവം നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യണം. ഇപ്പോൾ ഇതിന് ഇവളുടെ വിഷയം എന്താണ്? അതായത് രേഖയുടെ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത് എപ്പോഴാണ്? ഇപ്പോൾ രേഖ നമുക്കറിയാം ഒരു നോൺ ക്രിസ്ത്യനാണ്, പക്ഷേ കമ്മ്യൂണിക്കേഷന് കുഴപ്പങ്ങളൊന്നുമില്ല. എന്താ കാര്യം? ധാരണയുണ്ട്. ധാരണ മച്ചുറായിട്ടുള്ള ഒരു വിചാരമുണ്ട്. വിചാരം മച്ചുറായിട്ടുള്ള വിശ്വാസമുണ്ട്. പക്ഷേ ഇതൊന്നും വിശ്വാസം ഉണ്ടായാലും വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്നതിന് എന്ത് വേണം? പ്രവർത്തികൾ വേണം. ഉടമ്പടി കുറേ ഹോംവർക്കുകൾ തരണില്ലേ നിങ്ങൾക്ക്? പത്രം കൊടുക്കുക, രോഗികളെ കാണുക, അതെല്ലാം അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം ഒരു കേവല വിശ്വാസം ഉണ്ടായാൽ വിശ്വാസം അടയാളം കാണിക്കത്തില്ല. കേവല വിശ്വാസത്തിൻ്റെ കുഴപ്പം അതാണ്. എല്ലാവർക്കും, കത്തോലിക്കർക്കും അല്ലാത്തവർക്കും എല്ലാം കേവല വിശ്വാസമുണ്ട്, പക്ഷേ അടയാളങ്ങളില്ല. അടയാളത്തിൽ ദരിദ്രന്മാരാണ്. ദൈവം സംസാരിക്കുകയോ ഇൻട്രാക്ട് ചെയ്യുകയോ ഇടപെടുകയോ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഇനാക്റ്റീവ് ഫെയ്ത്ത് ഉണ്ടാകും. ഈ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തികൾ നിങ്ങൾക്ക് തരണത്. അതുകൊണ്ടാണ് യാക്കോബൊക്കെ പറയുന്നത് 2:19 എന്താണ് പറയണത്? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യാക്കോബ് 2:17. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ്. അപ്പം വിശ്വാസം ഉണ്ടാകാം. നോക്കിയേ, ആദ്യം എന്താ പറയണത്? ആദ്യം പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം ധാരണ, പിന്നെ എന്താണ്? വിചാരം, പിന്നെ വിശ്വാസം. വിശ്വാസം ഉണ്ടായാലും
അത് സജീവവും നിർജീവവുമായിട്ട് മാറും. വീട്ടിലെ വിശ്വാസത്തെ സജീവമാക്കി നിർത്താൻ വേണ്ടി എന്ത് വേണം? പ്രവൃത്തികൾ വേണം. പ്രവൃത്തികൾ എപ്പോഴും ചൊല്ലണതുണ്ട്, ചെയ്യണതുണ്ട്. ചൊല്ലാൻ പറ്റും, ചെയ്യാൻ പറ്റും. എൻ്റെ പറയുന്നത് ഇപ്പോൾ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുന്നതാണ് ചൊല്ലണ പ്രവൃത്തികൾ. പിന്നെ എന്താണ്? ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതാണ്. കാര്യം ആ വിശ്വാസം ഉയർപ്പിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, വിശ്വസിക്കുന്നുണ്ട് വിശ്വാസ പ്രമാണം ചെയ്ത അവസാനം വർക്കൗട്ട് ചെയ്യത്തില്ല. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ഇവൾക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 24:48. ലൂക്ക 24:48. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. എന്തിനാണ് സാക്ഷികൾ? 27 എടുത്ത്. ലൂക്ക 24:47. പാപമോചനത്തിലുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം നടന്ന പാരഷൻസിലാണ് ഈശോ പാപമോചനത്തിനുള്ള അധികാരം നൽകുന്നത്. കാര്യം, ഒരു വ്യക്തിയിൽ ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വിമാനം ഇറങ്ങണം. ചുമ്മാ വല്ലയിടത്തും വിമാനം ഇറങ്ങുക? അവിടെ എല്ലാ കുന്നും മലയൊക്കെ നിവർത്തി അല്ലേ? വിമാനം ഇറങ്ങാൻ വേണ്ടി മാത്രം കോൺക്രീറ്റ് അടിച്ച് അതെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വിമാനം അവിടെ ലാൻഡ് ചെയ്യണത്. അപ്പം അതുപോലെ തന്നെയാണ് തുറമുഖങ്ങൾ. ദൈവം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ കല്ലും മുള്ളും പാപാവസ്ഥകളും നിലപാടുകളും, ഇപ്പം തന്നെ അഖില എന്നും പറഞ്ഞ ഒരു മോള് സാക്ഷ്യം പറഞ്ഞു. അഖിലയുടെ സാക്ഷ്യം എന്ന് വെച്ചാൽ അവർ ഒരു B1 സ്റ്റുഡൻ്റാണ്. ജർമ്മനി പോകാൻ വേണ്ടി B1 B2 എക്സാം സ്റ്റുഡൻറ്റ്. അപ്പോൾ B1 എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് B1 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാരുടെ കൂട്ടുകാർ പറഞ്ഞ് B2 അറ്റൻഡ് ചെയ്യാവുന്നതാണ്, ഈ B1-ൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് B2 എഴുതാവുന്നതാണെന്ന് പറഞ്ഞു. എഴുതുകയോ ഹിയർ ചെയ്യുകയോ ചെയ്യാൻ പറ്റും. അതൊക്കെ ചുമ്മാക്കെ കുറച്ചൊക്കെ കറക്കിക്കുത്താണ്. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ അഖിലയും പോയി B2 എഴുതി. പൊട്ടക്കണേനെ മാവിട്ടറിഞ്ഞ പോലെ സംഭവം വീണ് B2-ൻ്റെ ഒരു മൊഡ്യൂൾ കിട്ടി അവർക്ക്. അപ്പോൾ അഖിൽ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യണത് അതോടുകൂടി ഞാൻ അഹങ്കാരിയായി മാറിയെന്നാണ്. എന്താ കാര്യം? ചുമ്മാ പിള്ളേരൊക്കെ വന്ന് എന്നോട് ചോദിക്കും, ചേച്ചി ഇതെങ്ങനെ എഴുതിയെടുത്ത്? എൻ്റെ ജൂനിയേഴ്സ് വന്ന് ചോദിക്കും, ചേച്ചി ഇതെങ്ങനെ എഴുതിയെടുത്ത്? ചുമ്മാ എഴുതിയാവുന്നത്, ചുമ്മാ അവിടെ പോയി ഞാൻ എഴുതി. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ കേമത്തിയാണ്, ഞാൻ ചുമ്മാ അങ്ങോട്ട് എഴുതിയാൽ തന്നെ കിട്ടും. എന്നിട്ട് അപ്പോൾ ഇവൾ പറഞ്ഞത് എനിക്കുള്ളിൽ തന്നെ ഒരു അഹങ്കാരം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടണത്, അത് ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മവിശ്വാസി കള്ള് പോലെയാണ്. കള്ള് ഇരുന്ന് മൂത്താൽ അതെന്തായും ചാരായമാകും, ചാരായം മൂത്താൽ വിനാഗിരിയായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ആത്മവിശ്വാസം. അത് മൂത്ത് കഴിഞ്ഞാൽ പിന്നെന്താകും? അത് അഹങ്കാരമായിട്ട് മാറും. അഹങ്കാരമായി കഴിഞ്ഞാൽ എന്നാ പറ്റും? അവിടെ ഈ വിമാനം ഇറങ്ങണ പോലെ ദൈവത്തിന് ആ കല്ലിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ദൈവത്തിന് അവിടെ ഇൻട്രാക്ട് ചെയ്യാനില്ല, അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം ടോർപ്പുഴ ചെയ്യേണ്ടത് എപ്പോഴും ദൈവം എപ്പോഴും കൈ വെക്കണം, എപ്പോഴും ആത്മവിശ്വാസത്തിലായിരിക്കും. ആത്മവിശ്വാസം ഇപ്പം തന്നെ എന്തെങ്കിലും വിശ്വാസം, ഇപ്പം നമ്മൾക്കറിയാമല്ല, ആത്മവിശ്വാസം എപ്പോഴും വ്യക്തികൾക്ക് ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ അവൻ്റെ ഉള്ളിൽ തന്നെ സെൽഫായിട്ട് തന്നെ വരും. ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ല, ഞാൻ എൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ വിഷയത്തിനും റാങ്ക് കിട്ടി പഠിച്ച ആളാണ്, മറ്റവന്മാരൊക്കെ മഫന്മാരാണ് എന്ന്. അപ്പം ഈ ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ ആരെയൊക്കെ അത് നെഗറ്റീവായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്.
നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടിയാൽ നിങ്ങൾ പറയണത് ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ലെന്നാണ് പറയണത്. എന്നുവെച്ചാൽ കുറഞ്ഞ പുള്ളികൾ വേറെ ഉണ്ടെന്നതിൻ്റെ അർത്ഥം. വേറെ ആൾക്കാരെ കൊച്ചാക്കി കഴിഞ്ഞിട്ട് അവരെക്കാൾ കേമിയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിരുസ്ഥനിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമൊക്കെ ആയിരിക്കും, പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ എന്താ പറഞ്ഞത്, ഞാൻ കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഇപ്പം അല്ലേ 15, 25, 10 നമ്മൾ എന്താ വായിച്ച പുറപ്പാട് 25:22 അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും, കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ഇപ്പോൾ 2 ഫാക്കൽറ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ്? വാഗ്ദാന പേടകമായിട്ട് നീ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒന്ന്, ഞാൻ നിന്നെ കാണും. നമ്മൾ അങ്ങ് ദൈവത്തിനെ കാണുമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ. ഞാൻ നിന്നെ കാണും. രണ്ടാമത്തെ എന്താണ്? അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും, പക്ഷെ കേൾക്കണം നിർബന്ധമില്ല. ഇവിടെയാണ് പ്രോബ്ലം. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഭയങ്കരമാണ് ആൾക്കാർക്ക്. അതായത് ദൈവത്തിൻ്റെ രക്ഷാകര സംവിധാനത്തിൻ്റെ പേരാണ് ആർക്ക് ഓഫ് ദി കവനൻറ്റ്. ആർക്ക് ഓഫ് ദി കവനൻറ്റിൻ്റെ വരുന്നുള്ള ഇത് ഭയങ്കര സെൻസിറ്റീവാണ്. ഒന്ന്, നമ്മളെ ഇത് കാണുന്നു. അവിടെ ദൈവം നമ്മളെ ആ ഒരു ആർക്ക് ഓഫ് കവനൻറ്റിൻ്റെ നമ്മുടെ ലൈഫ് ആർക്ക് ഓഫ് ദി കവനൻറ്റിന് സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കാണുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ നമുക്ക് ദൈവത്തെ കാണണമെന്ന് നിർബന്ധമില്ല. അത് വിഷയമാണ്. അതുകൊണ്ടാണ് അന്ധകാരത്തിലുള്ള ജനത ഒരു പ്രകാശം കണ്ടു എന്നൊക്കെ പറയത്തില്ലേ. മത്തായി 4:16. 4:16. അതെ, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ പറഞ്ഞ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. അതായത് നമ്മൾ ദൈവത്തെ കാണുന്ന പ്രോസസ്സിലേക്ക് വരണം. ഇപ്പം കാഴ്ച എന്ന ദൈവത്തെ അനുഭവങ്ങളിലൂടെ ദൈവത്തെ കാഴ്ച എന്ന ഒരു പ്രക്രിയ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷെ നമ്മളുടെ കാഴ്ച നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. എങ്ങനെയാണ്? വിശ്വാസം വർദ്ധിച്ചിട്ട് വിശ്വാസം അതാദ്യം ധാരണയുണ്ടായി, പിന്നെ വിചാരമുണ്ടായി, പിന്നെ വിശ്വാസമുണ്ടായി. ആ വിശ്വാസം തന്നെ ആക്റ്റീവ് ഫെയ്ത്ത് ഉണ്ട്, സജീവ വിശ്വാസമുണ്ട്. പിന്നെ എന്താണ്? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. യാക്കോബ് 2:17 അനുസരിച്ചുകൊണ്ട് നിർജീവമാണ്. ഈ നിർജീവ വിശ്വാസത്തിൻ്റെ മേഖലയിലുള്ള ആൾക്കാരുണ്ടാകും. പക്ഷേ പ്രവൃത്തികൾ വരുമ്പോൾ എന്തു ചെയ്യും? അത് സജീവ വിശ്വാസത്തിലേക്ക് വരും. അപ്പോൾ പ്രവൃത്തികൾ ഇപ്പോൾ അഖിലയ്ക്ക് സംഭവിച്ചതിൻ്റെ വിഷയം വെച്ചാൽ അഖില B2 എക്സാം കഴിഞ്ഞപ്പോൾ B2 എക്സാമിൻ്റെ ഒരു മൊഡ്യൂൾ പാസ്സായി കഴിഞ്ഞപ്പോൾ ഈസിയാണെന്ന് വിചാരിച്ചു. പക്ഷെ ബാക്കി ഉള്ളത് എഴുതാൻ തുടങ്ങിയപ്പോൾ 3 പ്രാവശ്യം അവർക്ക് എഴുതാൻ പറ്റിയില്ല. 3 പ്രാവശ്യം അവൾ തോറ്റുപോയി. അപ്പോൾ അവളുടെ കൂടെ എഴുതിയിരുന്ന കൂട്ടുകാരത്തി അഖില നല്ല ബ്രില്യൻ്റാണ്, റാങ്ക് ഹോൾഡർ ആയിട്ടാണ്, വളരെ പ്രോംപ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻ്റായിട്ട് വളർന്നു വന്നതാണ്, നല്ല ആത്മവിശ്വാസമുള്ള ആളാണ്. പക്ഷേ B2 ആദ്യം ജയിച്ചങ്ങനെ പിന്നീട് കംപ്ലീറ്റ് എഴുതിയെടുത്തപ്പോൾ 3 പ്രാവശ്യം തോറ്റുപോയി. 3 പ്രാവശ്യം തോറ്റപ്പോൾ അവളൊരു കാഴ്ച കണ്ടെന്നാണ് പറയണത്. അവളുടെ കൂടെ എഴുതിയിരുന്ന അവളോളം കലിബറില്ലാത്ത ഒരു മോള് എല്ലാ മൊഡ്യൂൾസിലും ജയിച്ച്. അപ്പോഴവൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ അഖില തോറ്റു വല്ലാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ജയിച്ച കൂട്ടുകാരത്ത് നോക്കിയപ്പോൾ അവൾ കൃപാസനം മാതാവിൻ്റെ കാശ് എടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണീരോടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച അവൾ കണ്ട്. അപ്പോൾ അഖില അവളോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്യണത്? അപ്പോൾ അവൾ പറഞ്ഞു, എന്നെ ജയിപ്പിച്ചത് കൃപാസനം മാതാവാണ്. ഹല്ലേലൂയ. അപ്പോൾ അവൾക്ക് അഹങ്കാരവും ആത്മവിശ്വാസവും ഇല്ല. ഇവൾക്ക് അഹങ്കാരമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. അവൾക്ക് അമ്മയിലാണ് വിശ്വാസം. അമ്മയോടുള്ളതുപോലെ തുറന്നു പറയും, ഞാൻ ഗതികെട്ട ആളാണ്, എനിക്കൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല, നീയാണ് എൻ്റെ കൂടെ വരേണ്ടത്, നീയാണ് എൻ്റെ പേപ്പർ നോക്കേണ്ടത്, നീയാണ് എന്നോട് സംസാരിക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ, അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് വാഗ്ദാന പേടകം എന്നുള്ള കോൺസെപ്റ്റിൽ ദൈവം നമ്മൾക്ക് എന്തുമാത്രം ലളിതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അത്രയും കമ്മ്യൂണിക്കബിളാണിത്. കമ്മ്യൂണിക്കേഷൻ നിസ്സാര കാര്യമല്ല.
ഞങ്ങൾ തരുന്ന ഷെഡ്യൂൾ പ്രെയർ മാത്രമല്ല, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കണം. എപ്പോഴും വയറ്റിപ്പഴപ്പം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പോൾ ദൈവം അവർക്ക് നിങ്ങൾക്ക് വയറ് മാത്രമല്ലേ ഉള്ളതെന്ന് വിചാരിക്കും. പിന്നെ വയറിന് വേണ്ട സാധനമൊക്കെ തന്നിട്ടിരിക്കും. നമുക്ക് വേറെ കുറേ അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടയ്ക്ക് ഓർത്തേക്കണം പ്രാർത്ഥിക്കുമ്പോൾ, അല്ല വയറിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കരുത്. അപ്പോഴേ അത് അനുസരിച്ചുണ്ട്. അപ്പോൾ അങ്ങനെ ഉടനെ അഖില വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താണ്, അഖിലക്കൊരു ധാരണയാണ് ആദ്യം ഉണ്ടായത്. പിന്നെ അത് ധാരണ വളർന്ന് വിചാരമായി. വിചാരം ആണ് ഇപ്പോൾ കൂട്ടുകാരത്തിയുടെ കൂടെ കിട്ടിയത്. ചെറിയൊരു വിശ്വാസം ആയോന്ന് നമുക്കറിയത്തില്ല. വിചാരമുണ്ട്, കൂട്ടുകാരത്തി ജയിച്ചത് അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ അതെടുത്തേക്കാം, ഇനിയിപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായെന്ന് വേണ്ടത്. പല ആൾക്കാർ ഉടമ്പടി എടുക്കണം അങ്ങനെയാണ്. എന്നാൽ പിന്നെ ഉടുങ്ങാൻ അതെടുത്തേക്കാം, ഉടമ്പടിയാണ് എന്തായാലും എന്ത് തടിയായാലും എടുത്തേക്കാമെന്ന് വിചാരിക്കും. അതാണ് അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കുഴപ്പം കൊണ്ടാൽ കിട്ടില്ലെന്ന് വേണ്ട. അതുകൊണ്ട് മറ്റുള്ളവരെടുത്തിട്ട് ഇനി അതിൻ്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് ഉടമ്പടി എടുക്കണ കുറേ അധികം ഉണ്ട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ ലാഗിങ് വരണത്. ഇതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം. കാരണം ദൈവവുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ദൈവവും നിങ്ങളുമായിട്ട് വലിയൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വായുനാറ്റം ഉണ്ടാകാതിരിക്കാൻ. ദൈവം നിങ്ങൾക്ക് വായുനാറ്റം ഉള്ളവരാണ് ദൈവം സംസാരിക്കുക നിങ്ങളോട്? ഇല്ല, സംസാരിക്കത്തില്ല. അപ്പോൾ വായുനാറ്റമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് മൗത്ത് വാഷൊക്കെ അടിച്ച് വരണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വീട്ടിൽ പോയി മൗത്ത് വാഷ് അടിക്കരുത്, കുമ്പസാരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ കാര്യം? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്ന്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. റോമാ 3:13. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. പരിപാടിയായി. വ്യത്യസ്തമായ കൂട്ടം കൂടി നിന്ന് ജോലി ചെയ്യണില്ലേ? കൂട്ടം കൂടി നിന്ന് ജോലി ചെയ്യുന്നവരുടെ ആൾക്കാരുടെ വർത്തമാനങ്ങളിലെല്ലാം പലപ്പോഴും അവർക്ക് ജോലിക്ക് ബോറടിക്കുമ്പോൾ അവർ ഉള്ളിൽ തെറി അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആ തെറിയെ അഭിമുഖീകരിക്കുന്നത്. ചില ആൾക്കാർ കൊന്ത ചൊല്ലിക്കൊണ്ട് ചെയ്യും. തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ, തൊണ്ട തന്നെ തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ വാ പൊളിച്ചാൽ നാറ്റം വന്നുകൊണ്ടിരിക്കുക. അതിനെ വായുനാറ്റം എന്ന് പറയണത്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും വായുനാറ്റം ഉണ്ടാകും. വായുനാറ്റം ഇല്ലാതെ നിങ്ങൾക്ക് വർത്തമാനം പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള വാക്കുകളുണ്ടാകുന്ന വാക്കെന്നെന്താ? വാക്ക് എവിടുന്നാണ് വന്നത്? വാക്ക് ഈ കഴുത്ത് ഒന്നും ചെയ്യത്തില്ല, ഹൃദയം ചെയ്യണത് കൊണ്ടാണ് വായുനാറ്റം ഉണ്ടാകണത്. കാര്യം എന്താണ്? ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം. ചുരുക്കിട്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 6:45. ലൂക്ക 6:45. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ഒന്ന് പറഞ്ഞ നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിന്റെ നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അപ്പൊ ഹൃദയത്തിൽ എന്താണ് ഉള്ളത്? ഈ ദ്വയാർത്ഥം പറയുന്നവരും തെറി പറയുന്നവരൊക്കെ ഓർക്കുക, നിങ്ങളുടെ ഹൃദയം തന്നെ ഒരു സെക്സ് ഓർഗനായിട്ടാണ് വർക്ക് ചെയ്യണത്. ചില ആൾക്കാരെ കുറിച്ച് പറയത്തില്ലേ, അവൻ വേറെ എന്നോ അവയവം കൊണ്ടാണ് ചിന്തിക്കണമെന്ന് എന്ന് പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവനും 24 മണിക്കൂറും സെക്സിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വായിൽ നിന്ന് ഇതുപോലെയുള്ള അഴുക്ക് വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ബൈബിൾ ഇതൊന്നും വകവെച്ച് തരത്തില്ല. എന്താ കാര്യം? സത്യദൈവം അങ്ങനെയാണ് വിഷയം. നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെ, ആ ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അത് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്ന കൊണ്ടാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധീകരിക്കുന്നതിന് നന്ദി പറയുന്നു. ഇതിൻ്റെ അകത്തെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സംവാദം, അതുപോലെ തന്നെ ഒരു സംഭാഷണം, അതെല്ലാം ഉടമ്പടിയിൽ കൂടുതലുള്ളതാണ്. മറ്റ് അല്ല, ഉടമ്പടി എടുക്കാത്തവരെക്കാൾ നിങ്ങൾക്ക് ദൈവത്തോട് കൂടുതൽ സംവേദിക്കാൻ പറ്റും.
അതിനുവേണ്ടിയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ കാത്തലിക്സ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും നിങ്ങൾക്ക് സഭയിലുള്ള വിശുദ്ധ കൂദാശ സംവിധാനങ്ങൾ ഉടനെ പ്രയോജനപ്പെടുത്തണമെന്ന് പറയും. അക്രൈസ്തവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഇനി മുതൽ ഒരു സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്തണം. എന്താണ്? തിന്മയുടെയും അഴുക്കിൻ്റെയും അതുപോലെ തന്നെ അഴുക്ക് കെട്ട ആൾക്കാരുടെ ബന്ധങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം നിങ്ങൾ സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്തണം. എന്താ കാര്യം? നിങ്ങൾ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരികയാണ്, കമ്മ്യൂണിക്കേഷനിലേക്ക് വരിക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങളായിട്ട് അടച്ച് കളയരുത്. കമ്മ്യൂണിക്കേഷനിൽ വന്നുള്ള ഗുണമെന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന. ഇപ്പം തന്നെ അവളുടെ പേരെന്നാ, രേഖയുടെ പ്രശ്നം എന്താ? രേഖ എന്ത് ചെയ്യണമെന്ന് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. രേഖയുടെ പ്രശ്നം എന്താ? രേഖ തീയിലൂടെ ഇങ്ങനെ ജീവിതത്തെ വറച്ചട്ടിയിലൂടെ വളർന്നു വന്നിട്ടുള്ള ആളാണ്. വറച്ചട്ടി നെരുതിയിലേക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ വളർന്നു വന്ന ആളാണ്. ആദ്യമേ തന്നെ അപ്പൻ ഉപേക്ഷിച്ചു പോയായിരുന്നു കുഞ്ഞുനാളിൽ തന്നെ. പിന്നെ അമ്മയാണ് നിങ്ങളെ വളർത്തിക്കൊണ്ട് വരേണ്ടത്. അമ്മ വളർത്തിക്കൊണ്ട് വന്നെങ്കിലും പിന്നീട് അതുങ്ങളെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവാണെങ്കിൽ ഭയങ്കര കുടിയനാണ്. അപ്പോൾ കുടിക്കുകയും ചെയ്യും, വീട്ടിൽ വന്ന് ഇവളെ തല്ലുകയും ചെയ്യും. ഇവൾ അത്യാവശ്യം മെഡിക്കൽ ഫീൽഡിൽ പ്രാക്ടീഷണറാണ്, പക്ഷെ തല്ല് പാഴ്സൽ കിട്ടുന്നുണ്ട്. കാര്യം ഇവളുടെ ഒരു ക്വാളിറ്റിയാ, അതുപോലെ തന്നെ ഒരു മാന്യതയൊന്നും അയാൾക്ക് വല്ല കുടിയന്മാർക്ക് വല്ല ബോധമുണ്ട്. അമ്മമാരെന്തെങ്കിലും ഉണ്ടാച്ചാൽ നമ്മുടെ മോന്ത തെളിയണില്ല എന്നുണ്ടെങ്കിൽ അപ്പം അടിച്ച് തെളിക്കാൻ നോക്കും മോന്ത. അതാണ് വിഷയം. അത്രയും നികിടനായ ഒരു ഭർത്താവാണ് ഇവിടെ ഉള്ളത്. അത് നിങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ കൂടുതലാണ് രേഖയുടെ സങ്കടങ്ങളെന്ന് പറയണത്. ഈ സങ്കടങ്ങളുടെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ പിടിച്ച് വെളിവില്ലാതെ അയാളെ കടയിലായ മറ്റേ ഇരുന്ന് പറഞ്ഞു, അവളെയും പിള്ളേരെയും ഞാൻ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളാണ്, ഭ്രാന്തി കയറി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവൾക്ക് പേടിയായി. അവൾ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് അങ്ങനെ പോയൊരു വാടകയ്ക്ക് ജീവിക്കുകയാണ്. ഇപ്പോൾ നോക്കി, അപ്പനില്ലാതെ വളർന്ന് ഇപ്പോൾ കൊണ്ടായ ഭർത്താവ്. അപ്പനില്ലാതെ വളർന്ന ആൾക്കാർക്ക് ഭർത്താക്കന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേ സ്നേഹിക്കാൻ ഈ പണ്ടാരത്തെ കിട്ടണ്ടേ? അതിനേക്കാൾ വലിയ ആളായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരണത്. അപ്പോൾ ഇങ്ങനെ വാടകയ്ക്ക് കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കണം, ഒറ്റക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ ഇടയ്ക്ക് ഇവൾക്ക് നമ്മൾ എത്ര നരകിച്ച് ജീവിച്ചാലും ഈ അഹങ്കാരം നമുക്ക് മാറത്തില്ല. അതൊരു പ്രശ്നമാണ്. ഒരാളുടെ ഇപ്പോൾ നമ്മൾക്ക് പണമില്ല, നമ്മൾ പാവപ്പെട്ടവരായിട്ടൊക്കെ ജീവിക്കണം വിചാരിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കണം നിർബന്ധമില്ല. മനസ്സിലായില്ലേ? കാര്യം ദൈവം സഹായിക്കണ പാവപ്പെട്ടവരോ പണക്കാർ നിങ്ങളുടെ കയ്യിലുള്ള അക്കൗണ്ട് നോക്കിയല്ലേ സഹായിക്കണത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നോക്കിയാണ് സഹായിക്കണത്. എപ്പോഴും മനസ്സിലാക്കണം, ഞാൻ പാവപ്പെട്ടവളാണ്, ദൈവം എന്നെ സഹായിക്കും. ആര് സഹായിക്കാൻ? കിടക്കട നോക്കിയിരുന്നാൽ മതി. ആദ്യം നിങ്ങൾ മനസ്സിൽ ദൈവത്തിന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കബിൾ ആകുന്ന രീതിയിൽ എത്ര പാവപ്പെട്ടവരായാലും ശരി, രോഗികളാണെന്ന് ഒരു കാര്യമില്ല. അങ്ങനെ ഒരു സംവരണമൊന്നും സ്വർഗത്തിന് അങ്ങനെ സംവരണമൊന്നുമില്ല. സ്വർഗം പറയും എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൈന്യം തന്നെ വയനാട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പുറത്തെ കരയിലേക്ക് പോയി ആൾക്കാർ വല്ലവരും ഉണ്ടാകുന്ന ഇങ്ങനെയും കുടുങ്ങി കിടക്കൊണ്ടാന്ന് നോക്കണമെങ്കിൽ സൈന്യത്തിന് പോലും പറ്റണില്ല. ഒരു ദിവസവും 36 മണിക്കൂർ കൊണ്ടാണ് അവർ വേലിപ്പാലം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ടാണ് സൈന്യത്തിന് പോലും അപ്പുറത്ത് പോകാൻ പറ്റിയത്. ദൈവത്തിൻ്റെ അവസ്ഥ ഇതാണ്. നിങ്ങൾ എന്ത് ദുരന്തത്തിൽപ്പെട്ടാലും ശരി, ആ പാല വിടാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഹ പിടിയിട്ടില്ലേ. പാവപ്പെട്ടവളാണ്, ചത്ത് കിടക്കുകയാണ്, മണ്ണിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. പാല വിട്ട് വരണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്. ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ഈശോ എന്താ പറയണത്? അതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ദുരന്തങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. ഒരുങ്ങിയിരിക്കാൻ ഞാൻ എപ്പോഴും പറയും. ഇവർ ദുരന്തം ഉണ്ടായാലും ഇല്ലാത്തവരും നമ്മളുടെ വ്യത്യാസം എന്താ? ഇപ്പോൾ ദുരന്തം ഉണ്ടതിൽ നമ്മൾ അവരെല്ലാം സഹായിക്കുന്നുണ്ട്, ഞങ്ങളും സഹായിക്കുന്നുണ്ട്, നിങ്ങളും സഹായിക്കുന്നുണ്ട്. അവരെന്താ വെച്ചാൽ ജീവിച്ചിരിക്കുന്നവരെ മാത്രമേ നമുക്ക് സഹായിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദുരന്തത്തെക്കുറിച്ച് ഈശോ ആദ്യം കേട്ടപ്പോൾ ഈശോ ഫസ്റ്റ് സ്മെല്ല് എന്തായിരുന്നു? അതായത് ഇതൊക്കെ ഈ ജീവിതത്തിൽ ലോകത്തിൽ സുഖങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദുഃഖങ്ങളുണ്ടാവും. ഞാൻ നേപ്പാളിലെ ഒരു സ്ഥലം ഈ ദിവസങ്ങൾ കണ്ടു. എന്തൊരു സംഗീതമാണ്, എന്തൊരു പച്ചപ്പാ, എന്തൊരു നീലപ്പാ, എന്തൊരു നീല ജലാശയം,
എന്തൊരു വെള്ളി മേഘങ്ങളാണ്. എല്ലാവരും ഇങ്ങനെ മേഞ്ഞടക്കുന്ന ഒരു ഭൂമിയിലെ ഒരു സ്വർഗം പോലെ ഇരിക്കുന്ന സ്ഥലം. എപ്പോഴാണ് ഈ കുന്തറാണ്ടം ഇടിഞ്ഞു പൊളിഞ്ഞ് നമ്മുടെ തലയിൽ വീണെന്ന് അറിയാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അതാണ് ഈശോ പറഞ്ഞത്, ലോകമാണോ ഞെരുക്കം ഉറപ്പാണ്. ലോകത്തിന് സന്തോഷം ഉള്ളതുപോലെ മൂക്കിൻ്റെ അവസ്ഥയാണ്. മൂക്കിന് ഹായ് നല്ല സ്മെല്ലെന്ന് പറയും. നാറ്റമാണല്ലോ, ഇത് രണ്ട് മൂക്കല്ലേ പറയണത് ഇല്ലേ? ഹായ് നല്ല സ്മെല്ലെന്ന് പറയുന്നത് മൂക്കാണ്. എന്തൊരു നാറ്റം എന്ന് പറയുന്നത് മൂക്കാണ്. ഇതാണ് വിഷയം. അപ്പോൾ ഈ നന്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നെ അത് മനുഷ്യന്മാർക്ക് വിവേകം കൊടുത്തിട്ടുണ്ട്. വിവേകമുണ്ട്. പിന്നെ വിവേകത്തിൽ പിടിച്ചാൽ കിട്ടാത്ത കാര്യങ്ങൾക്ക് വിശ്വാസം കൊടുത്തിട്ടുണ്ട്. വിശ്വാസം എന്നുകൊണ്ട് വിവേകം കഴിഞ്ഞാൽ വിശ്വാസം വന്നത്. ചില കാര്യങ്ങൾ വിവേകത്തിൽ പിടിച്ചാലും കിട്ടത്തില്ല. ഇതിൻ്റെ ഇൻ്റർവ്യൂ പ്ലേസ് ചെയ്യണ ടൈം മദറാണ്. ഒരേ ദിവസം ഇൻ്റർവ്യൂ ആണ്. മാതാവ് അതിൻ്റെ അകത്തൊരു കക്ഷിയാണ്. അതായത് കാരണം 3 ഇൻ്റർവ്യൂ ഒരു ദിവസം ഉണ്ടായിരുന്നത് മാതാവ് ആ ഒറ്റ ദിവസം 3 മണിക്കൂർ ഇടപെട്ട് വെച്ച്. അതവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ ജീവിത പ്രശ്നങ്ങളെ വി സെറ്റ് ടു ദി കവനൻ്റ് പ്രോജക്റ്റ്. ദൈവത്തിൻ്റെ ഒരു കവനൻ്റ് പ്രോജക്റ്റിലേക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. അത് വേറെ ഏത് പ്രോജക്റ്റ് ഏത് സംവിധാനത്തിൽ സെറ്റ് ചെയ്താലും ഇത്രയും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. പക്ഷേ ഈ നമ്മളുടെ ഒരു പ്രോബ്ലംസ് അവർ പ്രോബ്ലംസ് ആർ സെറ്റ് ഇൻ ടു ദി കവനൻ്റ് പ്രോജക്റ്റ് വിച്ച് ഈസ് പവേർഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി. അവിടെ വിഷയം വരുന്നത്, അതായത് നമ്മളുടെ പ്രോബ്ലത്തെ ദൈവത്തിൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ സെറ്റ് ചെയ്യുമ്പോൾ അത് വർക്കൗട്ട് ചെയ്യണത് എങ്ങനെയാണ്? മരിയൻ സ്പിരിച്വാലിറ്റിയിലാണ് അത് പവർ ചെയ്യണത്. മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ കോംപ്രമൈസബിളാണ്. അവർക്ക് എനിക്ക് നിനക്ക് എന്താണ് എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലൊന്നും അത് കോംപ്രമൈസ് ചെയ്യത്തില്ല. അമ്മ അവിടെ ഒരു സ്റ്റാൻഡ് എടുത്താൽ ആ സ്റ്റാൻഡ് ദൈവത്തിന് ഹോണർ ചെയ്യേണ്ടി വരും. കാര്യം ഈ ലോകത്തിന് രക്ഷകൻ നൽകുന്നതിൽ അവളുടെ വാക്കാണ് ദൈവത്തിന് സഹായമായത്. അപ്പോൾ സ്വർഗത്തിൻ്റെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് മറിയത്തിന് നല്ല ഒരു വാല്യൂ ഉണ്ട് ഇവിടെ. അതാണ് വിഷയം എന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അപ്രതിരോധ്യമാണ് മരിയൻ മീഡിയേഷൻ്റെ പ്രശ്നം. അത് അപ്രതിരോധ്യമാണ്. പിന്നെ ഈ മരിയൻ മീഡിയേഷൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് വേറെയാണ്. എന്താ കാര്യം? അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിട്ട് വന്നിരിക്കുന്ന വിഷയമാണ്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് സഭയോടും ലോകത്തോടും പറയുന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ദൈവത്തിൻ്റെ ഒരു മനസ്സാണ്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അത് ജനറലൈസ് ചെയ്യുകയും ഒരു ലോക്കലായിട്ടുള്ള സ്ഥലത്ത് സംഭവിച്ച വിഷയത്തെ അത് സഭയെ എടുത്ത് ജനറലൈസ് ചെയ്യുകയും ലോകം മുഴുവൻ ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ്. ആ ദൈവത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചെല്ലണത്. അപ്പം നമ്മുടെ ഉടമ്പടി കാര്യങ്ങൾ നിവർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് മറ്റും മരിയൻ മീഡിയേഷനേക്കാളും ഈ കൃപാസനം മരിയൻ മീഡിയേഷൻ പവർഫുൾ ആയിരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുന്ന മാതാവിന്റെ മധ്യസ്ഥത്തിന് ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. അപ്പോൾ രേഖയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ അവസ്ഥയിലൊക്കെയാണ് ജീവിക്കണമെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് അഹങ്കാരമുണ്ട്. അവിടെ അഹങ്കാരം തന്നെ വേണ്ട. അഖിലക്കുണ്ടായിരുന്ന അഹങ്കാരം രേഖയ്ക്കുണ്ട്. രേഖ അഹങ്കാരം എന്താ? എന്നാത്തിനാ ആൾക്കാർ പറയും വീടൊന്നും വെക്കണില്ല, 2 പെൺകുഞ്ഞുങ്ങൾ 3 പെൺകുഞ്ഞുങ്ങളല്ലേ, 3 പെൺകുഞ്ഞുങ്ങളല്ലേ, വീടൊന്നും വെക്കണില്ലേ ചോദിക്കുമ്പോൾ എന്നാത്തിനാ വീടെന്ന് ചോദിക്കും. അല്ല കാര്യമുണ്ട്. അതിൻ്റെ അത്ര അഹങ്കാരമുണ്ട്. അത് നമ്മൾക്ക് അപ്പോൾ കമ്മ്യൂണിക്കബിൾ അല്ല, ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ അഹങ്കരിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബോഡിയാണ്, ചിലപ്പോൾ നിങ്ങളുടെ സൗന്ദര്യമായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കും. ഇന്നലെ ഈ ആഴ്ചയിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അവർക്ക് 15 കൊല്ലമായി ഡോക്ടറേറ്റ് ഉണ്ട്. അവർക്ക് 15 കൊല്ലമായിട്ട് ഡോക്ടറേറ്റ് എടുത്തിരിക്കുകയാണ്. MSc ഡോക്ടറേറ്റ് എടുത്ത് ഡോക്ടർ പ്രിയ MSc എടുത്തു കഴിഞ്ഞിട്ട്
PhD എടുത്തിരിക്കുകയാണ്. 15 കൊല്ലമായി. കോളേജിൽ കയറേണ്ട ആളാണ്. ഇപ്പോഴും ഇങ്ങനെ PTA ഡെയിലി വേജസിനെ പഠിപ്പിച്ച് നടക്കുകയാണ്. 15 കൊല്ലമായി. ഇപ്പം ഏജ് ഓവറാകാനായി. ഏജ് ഓവറാകാൻ 3 മാസമേ ഉള്ളിനി. അപ്പോൾ ഈ ഏജ് ഓവറാകാൻ 3 മാസം ഉള്ളപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം എന്നൊക്കെ മനസ്സിലായില്ലേ? 15 കൊല്ലമാണ് വേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവൾ 15 കൊല്ലത്തിന് മുമ്പ് 10 കൊല്ലം മുമ്പെങ്കിലും ഉടമ്പടി എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി. കാര്യം ഉടമ്പടി സമയത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ MSc PhD ആയിട്ടുള്ള ആൾക്കാർ 15 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് സ്കൂളിലെ. പക്ഷേ കോൾഫോർ ചെയ്യുന്നില്ല, സർക്കാരും കോൾഫോർ ചെയ്യുന്നില്ല. റാങ്ക് ലിസ്റ്റിൽ പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ട്, റാങ്ക് ലിസ്റ്റിൽ കയറണില്ല. ആകപ്പാടെ ഒരു പകപ്പാണ്. എൻ്റെ ജീവിതം ഇങ്ങനെ ജോലി കിട്ടാതെ ഇങ്ങനെ നരകിച്ച് മരിച്ചു പോകുകയെന്ന് ചിന്തിച്ച് തീർന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയി. ജീവിതം കയ്യിൽ നിന്ന് വിട്ടു പോകുന്നവർക്ക്, ദൈവത്തിൽ നിന്ന് ജീവിതം കൈവിട്ടു പോകുന്നവർക്ക് ദൈവത്തിൻ്റെ കൈയോട് നിന്നെ പിടിപ്പിക്കുന്നതാണ് ഉടമ്പടി. കൈയടിക്കട്ടെ. ഇപ്പം 3 പേരുടെ ലൈഫും ആ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥകളും അവരുടെ മെൻ്റൽ സ്റ്റേച്ചറും സ്റ്റാറ്റസും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാര്യം ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമുലയാണ്. തന്നെയല്ല, ഒരു 3000 കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്ത് മനുഷ്യരാശി പരീക്ഷിച്ച് അതിൻ്റെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ഫോമാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. വാഗ്ദാനപ്പെടാവ് എന്നുള്ള കോൺസെപ്റ്റ് തലമുറകളിലൂടെ ദൈവം പരീക്ഷിച്ച് അവസാനം 2016 അതിൻ്റെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും അപ്ഡേറ്റഡായിട്ടുള്ള ഫോമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഷാർപ്പ് ഷൂട്ടാണ് അത്രക്ക്. പക്ഷേ ഇത് ഇൻഡാക്ട് ചെയ്യുമ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്കിൽഫുൾനെസ് ഉണ്ടാകണം. അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടി ധ്യാനം കേൾക്കണം എന്ന് പറയുന്നത്. ഉടമ്പടി ധ്യാനത്തിൽ അതിൻ്റെ അപ്ഡേഷൻ കിട്ടണത്. അപ്ഡേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഉടമ്പടി ധ്യാനം ശ്രദ്ധിച്ച് അതിൻ്റെ മെക്കാനിസം പഠിക്കണം. അല്ലാതെ കരിസ്മാറ്റിക് ധ്യാനം കേൾക്കണ പോലെ ഉടമ്പടി ധ്യാനം കേൾക്കരുത്. ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡൂയിങ് തിയോളജിയാണ്, അതായത് ഒരു ക്ലാസ് റൂം തിയോളജി അല്ലത്. അത് നമ്മൾ ഒരു ചെയ്വനയിലാണ് അത് എങ്ങനെ അത് ഈ നമ്മൾ അതായത് ഈ വിഷയം നമുക്കറിയാം. ഉടമ്പടി തന്നെ പറയുന്ന കമാൻഡ് എന്താണ്? ഈശോ കവനൻ്റെ ഫോർമുലയിൽ പറയണത് ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. അതാണ് കുർബാന, കവനൻ്റാണ്, അത് ചെയ്യണേ. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പണ്ടൊക്കെ കോസ്റ്റ്ലി ഒരു പള്ളിക്ക് 100 കോടി ഒരു കോടി രൂപയെങ്കിലും വേണം. ചെറിയൊരു ചാപ്പൽ ചെയ്യാൻ 1 കോടി രൂപ വേണം. ഒരു അച്ഛനെ പഠിപ്പിക്കണമെങ്കിൽ 10-25 ലക്ഷം രൂപ വേണം. കപ്പേന് ശമ്പളം കൊടുത്ത്, വലിയ ശമ്പളം ഇല്ല പാവപ്പെട്ടവന്, എല്ലാ കപ്പേന്മാർക്കും ചെറിയൊരു ശമ്പളം സ്റ്റൈഫൻ്റാണ് കിട്ടണത്. ഇത് എനിവേ ഈ സംവിധാനമൊക്കെ ഒരുക്കണമെങ്കിൽ 1.5 കോടി രൂപ വേണം. ഒരച്ഛനെ പഠിപ്പിക്കണമെങ്കിൽ 13 കൊല്ലം വേണം. എന്നാൽ മാത്രമേ ഈ മെമ്മറി ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ മെമ്മറി ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ യൂറോപ്യൻ സഭയിലുള്ളത്. യൂറോപ്യൻ സഭ മെമ്മറി ചെയ്യാൻ ആളില്ലാത്തൊരു കാലം ചിലപ്പോൾ ഇനി വരാം, ഇവിടെയും വരാം. അപ്പോഴും ആരെങ്കിലും ഇല്ലാതിരിക്കത്തില്ല. ആദിമസഭയിലെ അപ്പോസ്തലന്മാർ 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 12 സ്ഥലത്ത് പോകുമ്പോഴും കുർബാന ചിലപ്പോൾ 6 മാസം കൂടുമ്പോഴേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ജനങ്ങൾ വിശ്വാസത്തിൽ ജീവിച്ചിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയണത് ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ ഫലങ്ങളെ എല്ലാവർക്കും അറിയാവുന്ന, ഇല്ലേ? എല്ലാവർക്കും അറിയാവുന്ന പറയണത്. അപ്പോൾ ആ പാപത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല കോൺഷ്യസ് ഉണ്ടെന്നാണ്. ആദിമസഭയിൽ ഈ 10,000 അച്ഛന്മാരെ വെച്ച് 10,000 പള്ളി വെച്ച് നടന്നിട്ടും പാപത്തിൻ്റെ കുറിച്ച് കോൺഷ്യസ് ഇല്ലല്ല. അതിലെ കുഴപ്പം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഗലാത്യ 5:19. ഗലാത്യ 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഒന്ന് പറഞ്ഞേ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പൊ അത് കോമൺ ലൈറ്റിക്ക് ജഡത്തിന്റെ വ്യാപാരങ്ങൾ അറിയാമെന്നാണ് പറയണത്. കളിയാണ്. സാധാരണ മനുഷ്യർക്ക് പോലും ജഡത്തിന്റെ വ്യാപാരങ്ങൾ അറിയാം. എന്തൊക്കെയാണത്? അവ
വ്യഭിചാരം, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഒരു കവനിലേക്ക് വരുമ്പോൾ ഒരു വിശുദ്ധി, നമ്മളെ വിശുദ്ധിയിലേക്കാണ് വിളിക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു നിലപാട് തറയെന്ന് പറയണത്. ഇതിനകത്ത് ഒരു സംഭവം മാത്രം ഞാൻ പറഞ്ഞു. ജഡത്തിൻ്റെ വ്യാപാരത്തിൽ ഒരു സാധനം, മാത്സര്യം പറഞ്ഞില്ലേ, കോപം, മാത്സര്യം എന്ന് പറയുമ്പോഴേ താരതമ്യ പഠനത്തിൽ നിന്നാണ് മാത്സര്യം വരണം. മത്സരം എന്ന് പറയുന്നത് എന്താണ്? താരതമ്യം. അതാണ്, ഞാൻ അത്ര മോശമല്ല. അപ്പോൾ കൂട്ടുകാരുമായിട്ടൊക്കെ മത്സരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടമ്പടി ബ്രേക്ക് ആകാൻ സാധ്യതയുണ്ട്. ഇവിടെ സാക്ഷ്യമൊക്കെ പറയുമ്പോൾ ഞാനത്ര ഹാപ്പിയൊന്നുമില്ല സാക്ഷ്യത്തിൽ. എന്താ കാര്യം? ഈ പണ്ടാരം സാക്ഷ്യമെല്ലാം പറഞ്ഞിട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ മനസ്സിലെന്തായിരിക്കും നമുക്കറിയാമോ? ഇവിടുന്ന് പറഞ്ഞ് പോയി ഇംഗ്ലണ്ടിൽ അമേരിക്കയിൽ പോയി കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ അവിടെ പള്ളിയില്ല, പട്ടക്കാരനുമില്ല, പിന്നെ കൂട്ടുകാരുമായിട്ട് പിന്നെ അവരുടെ റിലേ പോയി നടക്കുന്ന ആൾക്കാർ നമുക്ക് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ ഉടമ്പടിയിലാണ് നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, കർത്താവ് 90 ദിവസം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കണില്ല, ഇത് ഉടമ്പടിയാണ്, അല്ലാതെ എന്തെങ്കിലും കൊണ്ടൊന്ന് വോട്ട് ചെയ്തേച്ചും പോണ പരിപാടിയല്ല. ചിലർ വോട്ട് ചെയ്യണ പോലെ ഉടമ്പടി ചെയ്യണത്, ഇവിടെ കൊണ്ടുവന്ന് ഇട്ടും പോകും, എന്നിട്ട് തോന്നാ പോലെ ജീവിക്കും. അഖിലയുടെ പ്രശ്നം എന്താ? അഖില എന്തുകൊണ്ടാണ് ഉടമ്പടി എടുത്ത് പിന്നെയും തോറ്റത്? ഉടമ്പടി എടുത്തിട്ടും പിന്നെയും തോറ്റ് ബീറ്റുവിനെ, പിന്നെയും ഉടമ്പടി പുതുക്കി പിന്നെയും തോറ്റ് ബീറ്റുവിനെ. എന്താ തോറ്റത്? അവളുടെ ഈ ഉടമ്പടി എടുത്ത കൂട്ടുകാരത്തി മാതാവിനെ കെട്ടിപ്പിടിച്ച് കരയണത് കണ്ടപ്പോൾ അവൾ രക്ഷപ്പെട്ടത് കൃപാസനം മാതാവിന് ആയതുകൊണ്ട്, എന്നാൽ ഞാനും കൂടി പോയി വോട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവൾ വോട്ട് ചെയ്യാൻ വന്നതാണ്. ഉടമ്പടി എടുക്കാൻ വന്നതല്ല, മാതാവിന് വോട്ട് ചെയ്യാൻ വന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? പത്രം എന്ത് ചെയ്ത്? പത്രം അവിടെ തന്നെ വെച്ച്. ഇന്നലെ ഞാനൊരുത്തിനെ ഇറക്കി വിട്ട്. കാരണം അവിടെ എന്തോ കരഞ്ഞോ കൂവിയ ഒരു ഭർത്താവും ഭാര്യയും കൂടി ഇവിടെ വന്നിട്ട് അവളിങ്ങനെ ഏന്തി നിൽക്കുകയാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവൾ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തൊരു പിഴയാണല്ലോ പരിപാടിയെന്ന്. അപ്പോൾ ഉടനെ ഞാൻ ചീട്ടെടുത്ത് നോക്കിയപ്പോൾ 15 ദിവസം ആയിട്ടുള്ളൂ ഉടമ്പടി എടുത്തിട്ട്. അച്ഛനെ കാണാനുള്ള ചീട്ട് അവളെ ഇവിടെ നിന്ന് ഒപ്പിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ കളി കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് കള്ളക്കണ്ണീരാണെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു, നിൻ്റെ പത്രം തേടി, നിൻ്റെ പത്രം ഇരിപ്പുണ്ട്, അലമാരി വെച്ചിരിക്കണേ, പൂട്ടിയിരിക്കുക, എന്നെ കാണാൻ മതിരിക്കുക, പൊടിയെന്ന്. അപ്പം അതിനെ പൊക്കി വിട്ട ഭർത്താവിനും ഭാര്യനെ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവൾ ദൈവത്തെ പറ്റിക്കുകയാണ് ശരിക്കും ചെയ്യണേ. ഉടമ്പടി എടുത്തപ്പോൾ അവൾക്ക് തീക്ഷണതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് ആൾക്കാരെ മുടന്തിയായിട്ടുള്ള മക്കൾ പോലും ഉടമ്പടി എടുത്തിട്ട് മുടന്തി കൊണ്ടുപോയി 3 ദിവസത്തിന് പത്രം എല്ലാം കൊടുത്തിട്ടുള്ള ഉടമ്പടി സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇവർക്ക് നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ ഇവളുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എനിക്ക് അറിയാവുന്നവർക്ക് കൊടുക്കണ്ടേ, അറിയാൻ പാടില്ലാത്തവർ കൊടുത്താൽ അവർ വല്ലതും എന്നെ പറഞ്ഞാൽ എന്ത് ചെയ്യും? നീ ആരാണ്? നിന്നെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി ഇത് കണ്ട ഈ കിടപ്പ് കണ്ടല്ലേ, ഇതിങ്ങനെ ഈ 3 മണിക്കൂറാണ് ഈശോ ആ വഴിയരികി കിടന്നത്, ഇങ്ങനെ ചണ്ട നദയിൽ കിടന്നത്. അപ്പോൾ കർത്താവിന് നമുക്ക് വേണ്ടി ഇത്രയും ചെയ്യാവുന്നുണ്ടെങ്കിൽ നിനക്കെങ്ങനെയാണ് ഈ അഹന്ത വരണത്? ആദ്യം ഉടമ്പടി ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ കേമന്മാരാണ് എന്ന് നിങ്ങൾ ധരിച്ചാൽ മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ കൊച്ചാക്കാൻ വേണ്ടി എന്തും ചെയ്യും. എന്നെ തന്നെ എന്തുമാത്രം പരസ്യമായിട്ട് ആക്ഷേപിച്ചിരിക്കണം. എൻ്റെ സഭാ സംവിധാനങ്ങളിൽ നിന്ന് കൂട്ടായിട്ട് എന്നെ ആക്രമിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. എന്നിട്ട് മറ്റുള്ളവരെല്ലാം കൈയടിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. ഞാൻ എൻ്റെ അച്ഛന്മാരുടെയൊക്കെ ഇതാ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ ഞാനൊന്നും മിണ്ടത്തില്ല. എന്താ കാര്യം? കർത്താവ് കൂടുതൽ ഫലം കായ്ക്കുന്നതിനെ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി കർത്താവ് വെട്ടിയൊരുക്കണത് കുടുംബത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെട്ടിയൊരുക്കേണ്ടത്. നാട്ടുകാർ വെട്ടിയൊരുക്കണത് രണ്ടാമത്തെ കേസാണ്. കുടുംബത്തിൽ നിനക്കൊരു ശാസന വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ശാസന നിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ക്രമീകരണമാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരു ജന്മനാ അന്ധനല്ല, ബധിരനുമാണ്. കേൾക്കാനും പാടില്ല, കാണാനും പാടില്ല, സംസാരിക്കാനും പാടില്ലാത്ത
അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന പോലെ തന്നെ ഈ വിഷയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോഴേ മാതാവിനെ പോലെ മിണ്ടാണ്ടിരിക്കുക. എന്താ കാര്യം? മിണ്ടാതിരിക്കണത് എന്തുകൊണ്ടാണ്? ഹൃദയത്തെ സംഗ്രഹിക്കുക. ഹൃദയത്തിലിരിക്കുന്ന ആരാണ്? ദൈവമാണ്. ദൈവത്തിലേക്ക് കൈമാറി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും. ഞാൻ എന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സഭയിൽ നിന്ന് ആക്ഷേപിച്ചപ്പോൾ എൻ്റെ അരികിലിരുന്ന ഒരു സീനിയർ പീസറിന് പറഞ്ഞു, യു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഡിഫെൻഡ് യുവർ സെൽഫ്, ബാക്കി ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ് നോ 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 മോളിൽ നിന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്താണ്? എനിക്ക് പട്ടം തന്ന ആൾ വേറെ ഉണ്ടല്ലോ, അയാളെപ്പോഴും ജീവിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് മരണമില്ലല്ലോ, അയാളല്ല സംസാരിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ മിണ്ടിയില്ല. ഞാൻ പുറത്തോട്ട് ഇറങ്ങിപ്പോന്നപ്പോൾ അച്ഛന്മാരെ പറഞ്ഞു, ഇപ്പം കിട്ടിയില്ലേ കള്ളത്തരമാണെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇപ്പോഴല്ല, 2008 മുമ്പെന്ന് ഓർക്കണം. ഞാനന്ന് കൊച്ചച്ഛനാണെന്ന് ഓർക്കണം. ശുശ്രൂഷയൊക്കെ തുടങ്ങി വന്ന കാലത്ത് കിട്ടിയ വെട്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ കർത്താവ് കരുതിക്കൊണ്ട് വെട്ടിയതാണ്. എന്നെ ഒതുക്കി കളഞ്ഞെന്ന് പറയാം ശരിക്കും. എന്നിട്ട് ഞാനത് മനസ്സിലാക്കി സൗമ്യതയോടെ, കർത്താവ് എന്നെ ആക്ട് ചെയ്യാൻ അനുവദിച്ചില്ല. ഞാൻ ആക്ട് ചെയ്തിരുന്നെങ്കിൽ കർത്താവ് എന്നെ പിന്നീട് ഒരിക്കലും എടുത്ത് ഉപയോഗിക്കത്തില്ലായിരുന്നു. ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റിയൊരു വ്യക്തിയായി നീ മാറണം. ദൈവപൈതലേ, ദൈവത്തിന് നിന്നെ വിശ്വസിക്കണം. കാരണം നിന്നെ വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിന് നിന്നെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം വിശ്വസിച്ചതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ടെമ്പററി അഫയേഴ്സാണ്. അതൊരു ടെമ്പററി അഫയേഴ്സാണ്. ദാറ്റ് ക്യാൻ ബി സ്റ്റോപ്ഡ് അറ്റ് എനി ടൈം. പക്ഷേ സ്നേഹത്തിലേക്ക് വരുമ്പോൾ സ്നേഹത്തിന് അന്ത്യമില്ല. വിശ്വാസം ദൈവപതിലെ നിന്നിൽ ദൈവം വിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടി, നിൻ്റെ വിശ്വാസത്തിൽ നിൽക്കാൻ വേണ്ടി ദൈവം നിന്നെ ഒരുക്കുമ്പോൾ ഓർക്കുക, ദൈവം നിന്നെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ആ സ്നേഹം ദൈവം ടെമ്പററി അല്ല. ഫെയ്ത്ത് ഈസ് ടെമ്പററി, ബട്ട് വിശ്വാസം എന്നേക്കും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 1 Corinthians 13:12. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. വിശ്വാസത്തിനേക്കാൾ ഉത്കൃഷ്ടമാണ് സ്നേഹം. വിശ്വാസത്തിൻ്റെ കുഴപ്പം, വിശ്വാസം നീ സാക്ഷ്യം കൊണ്ട് സാധൂകരിക്കുന്നില്ലെങ്കിൽ വിശ്വാസം ടെമ്പററി അഫയേഴ്സായിട്ട് മാറും, ലിമിറ്റഡ് ആവും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിലാണ് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കണത്, വളരണത്. നീയും ദൈവവും തമ്മിലുള്ള സംസർഗവും സംവാദവും ഒക്കെ അങ്ങ് സമൃദ്ധമായി പുലർന്ന് വരണത് നിത്യത വരെ. അതിന് നമ്മൾ സ്വർഗമെന്ന് പറയും. സംവാദമാണ് സ്വർഗമായിട്ട് കൺവേർട്ട് ആക്കണത്. എല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ ആക്ടിവേഷനാണ്. അപ്പോൾ ഈ 4 കുഞ്ഞുങ്ങളുമായിട്ട് വാടക താമസിക്കുമ്പോഴും ആൾക്കാർ ചോദിക്കും, മോളെ വീടൊന്നും വെക്കണില്ലേ, പിള്ളേരൊക്കെ വലുതായി വരുന്നുണ്ടാണ്. അപ്പോൾ ഇദ്ദേഹം പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വടക്ക് പോയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, വടക്ക് ജീവിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊരു ആത്മവിശ്വാസമാണ്. പക്ഷെ ആത്മവിശ്വാസം മൂത്ത് ഒരു അഹങ്കാരത്തിൻ്റെ രീതിയിലേക്ക് അത് വരുന്നു. ഭാവിയിൽ ഇവക്ക് അജ്ഞാനമാണ് അഹങ്കാരത്തിൻ്റെ കാരണം. മനുഷ്യനെ അറിവില്ലായ്മയാണ്, ദൈവത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഉള്ള ലിമിറ്റഡ് നോളജാണ് അഹങ്കാരം ഉണ്ടാക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പരിമിതിയാണ് ശരിക്കും. പെട്ടെന്ന് ഇവളുടെ മകള് മരിച്ചു. ചെറിയ കാഷ്വാലിറ്റി ഒന്നുമല്ലേ, ഉമ്മിണി വലിയ കാഷ്വാലിറ്റിയാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് അവളുടെ മകൾ മരിക്കും. മകൾ മരിച്ചപ്പോഴാണ് വാടകക്കാരൻ്റെ തനിനിറം മനസ്സിലാക്കുന്നത്. വാടകയുടെ ഉടമസ്ഥ മധ്യം പറയും, പിണ ഇവിടെ വെക്കാൻ പറ്റത്തില്ലെന്ന് പറയും, എടുത്തുകൊണ്ട് പോകാൻ പറയും. കണ്ട അവസാനം വർക്കൗട്ട് ചെയ്യണം. കണ്ട പെട്ടെന്ന് ഇവളുടെ മകൾ മരിച്ചു കഴിഞ്ഞപ്പോഴേ പിണ ഇവിടെ വെക്കാൻ പറ്റത്തില്ല, ഇനി ആൾക്കാർ നിങ്ങൾ പിണ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി വാടകക്കാരും വരത്തില്ല, അതുകൊണ്ട് എടുത്തു മാറ്റണമെന്ന് പറയും. പിന്നെ എന്തു ചെയ്യും? എല്ലാവരെയും തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒന്ന് വാടകയ്ക്കൂടെ താമസിക്കണം. പിള്ളേരുമായിട്ടുണ്ട്. എന്നെ ഉപേക്ഷിച്ച ഭർത്താവിൻ്റെയും ചേട്ടന്മാരുടെ അനിയന്മാർ തിരിഞ്ഞു നോക്കില്ല എന്ന്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളവിടെ ഇറങ്ങേണ്ടി വന്നിട്ട് ഭർത്താവിൻ്റെ അനിയന്മാരുണ്ടല്ലോ, ഗുണാണ്ടന്മാർ, അമ്മമാരും തിരിഞ്ഞു നോക്കില്ലല്ല. ആ അമ്മയുടെ മുമ്പിൽ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും. തൻ്റെ ഇടം തള്ളലായിട്ട് മാറും. ഇതിനാ അഹങ്കാരം എന്ന് പറയണേ. ഉടമ്പടി വർക്ക് ചെയ്യാൻ പാടുണ്ടാകും. എൻ്റെ മക്കളെ, കൈയും കുപ്പി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും കേസ് കെട്ടലാണെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഇതുപോലെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഈ വിചാരമുണ്ടല്ലോ,
അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളത് റെക്ടിഫൈ ചെയ്യണം, എളിമപ്പെടണം. പെട്ടെന്ന് ഉടമ്പടി പൂക്കണ കാണാം. ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർക്ക് മുട്ടത്തോടൊക്കെ ഇട്ട്, ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട്, മുട്ടത്തോട് 200 മുട്ട എടുത്ത് പൊളിച്ച് അതിൻ്റെ തോടെടുത്തിട്ട് ആൾക്കാർ മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുപോയി റോസച്ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണ്, മുട്ടത്തോട്. അപ്പോൾ അത് റോസ ഇങ്ങനെ വിടർന്നങ്ങനെ നിൽക്കണം നിറച്ച് പൂക്കളുമായിട്ട്. ഇവിടുന്ന് എഴുന്നേറ്റ് പോയി ആരും മുട്ട പിടിക്കാൻ നിൽക്കണ്ടേ, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, അവിടെ കണ്ട ഒരു കാഴ്ച പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ചില വളങ്ങൾ വരുമ്പോൾ റോസ സാധാരണയേക്കാൾ കൂടുതൽ പൂക്കുന്നുണ്ട്, ഇല്ലേ? ഇതുപോലെയാണ് ഉടമ്പടിയുടെ വിഷയം. ഉടമ്പടി ഇടേണ്ട വളം ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് പൂക്കും. അതിനെന്താ കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള കെടുവളമൊക്കെ ആദ്യം എടുത്ത് മാറ്റും നമ്മൾ, അല്ലേ? പഴയ വളമൊക്കെ ചെടി ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ കുറച്ച് വേസ്റ്റ് കെടുവളമില്ലേ, അതൊക്കെ എടുത്ത് മാറ്റും. കെടുവളത്തിൽ ഒന്നാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. അതങ്ങനെ കിടക്കയല്ലേ, അതിങ്ങനെ വർഷങ്ങൾ കിടക്കുകയല്ലേ. ഒരു കാര്യം തെണ്ടിത്തിരിഞ്ഞ് വളരെ വിഷമം പിടിച്ച സാഹചര്യത്തിൽ ജീവിച്ചിട്ട് ശമ്പളമുണ്ട് കയ്യിൽ, അതുകൊണ്ട് ആരും ഇങ്ങോട്ട് അഭ്യാസത്തിൽ വരണ്ട, എനിക്കും മക്കൾക്ക് ജീവിക്കാൻ അറിയാവുന്നതാണ്. പക്ഷെ പെട്ടെന്നാണ് ചില തകർച്ചകളൊക്കെ നമ്മൾ വരുത്തി തീർക്കണതാണ്, നമ്മൾ വരുത്തുക. എനിക്ക് വേണ്ടത് ഇത്രയും നാൾ ജനവുമായിട്ട് ജീവിച്ചില്ലേ, ഞാൻ ജനവുമായിട്ട് ജീവിക്കാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല. പല തകർച്ചകളും നമ്മൾ കത്തെഴുതി വരുത്തിക്കണതാണ്. ഫോൺ വിളിച്ചിട്ട് തകർച്ച ഫോൺ വിളിച്ചിട്ട് ആൾക്കാരെ വരുത്തും. പ്രശ്നം ഫോൺ വിളിച്ച് വരുത്തുന്ന പരിപാടിയുണ്ട് ചില ആൾക്കാർ. കാര്യം നിങ്ങളുടെ നിലപാടുകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ദൈവത്തെ മറന്ന് താനെന്തോ പ്രധാന കഥാപാത്രമാണ്, സ്ഥലത്തെ പ്രധാന ദിവ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എന്നെ എളിമയോടെ ജീവിക്കാൻ ഇടയാക്കുന്ന പ്രാർത്ഥിക്കണം. അതാണ് അവിടുന്ന് തൻ്റെ ദാസിയുടെ മരിയ സ്പിരിച്വാലിറ്റി പവേഡ് ബൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്നാ പവേഡ് ആൻഡ്രോയിഡായിരിക്കും, അങ്ങനെയല്ല. കവനൻ്റ് ഈസ് പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ആ ദൈവം നോക്കണത് നീ പാവപ്പെട്ടവളാണ്, വീടില്ലേ, ഭർത്താവില്ലേ, അതൊന്നുമല്ല ദൈവം നോക്കണത്. ദൈവത്തിന് കമ്മ്യൂണിക്കബിൾ ആണെന്നാണ് നോക്കണത്. എനിക്ക് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമോ, അതാ സംഭവം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ വേറെ ദൈവമെന്ന്. നമ്മൾ തന്നെ നമ്മൾക്ക് കോൺഫിഡൻ്റ് ഉള്ള ഏരിയയിൽ നമ്മൾ ദൈവമാണെന്ന് ഓർക്കണം. ദിസ് ഈസ് അവർ സ്പിരിച്വൽ ട്രാജഡി. നമ്മൾക്ക് കോൺഫിഡൻസ് ഉള്ള ഏരിയയിൽ നമ്മൾ ഒരു ആൾ ദൈവം തന്നെയാണ്. കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യമാണ് പ്രാർത്ഥനയ്ക്ക് വെക്കണത്. അത് നിങ്ങളുടെ ഉടമ്പടി നിയോഗം ക്രമീകരിക്കുമ്പോൾ അറിയാൻ പറ്റും. അതറിയണ്ട, അത് ഞാൻ ജയിച്ചോളൂ എന്ന് പറയും. ഞാനല്ല പരീക്ഷ എഴുതണത്. എൻ്റെ ചരിത്രം എന്താണ്? തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടില്ല. അതാണ് സംഭവം. കൊടിയും പിടിച്ച് അടക്കുകയാണ് ആളെ ഒറ്റക്ക് ആദായം നടത്തി. അപ്പം നീ തോക്കാത്ത ജീവിതാനുഭവങ്ങളില്ലേ, അത് തന്നെയാണ് നിൻ്റെ കോൺഫിഡൻഷ്യൽ ഏരിയ. അവിടെ ഉടമ്പടി കമ്മ്യൂണിക്കബിൾ അല്ല. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം ഞാൻ എൻ്റെ മക്കളെ വാടക വീട്ടിയതല്ലേ, താമസിച്ചാൽ തരും. അവസാനം എന്ത് ചെയ്ത്, ഈ മകളുടെ ഡെഡ് ബോഡിയും കൊണ്ട് വണ്ടിയിൽ അവളെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ തിരക്കാതിരുന്ന ഭർത്താവിൻ്റെ അനിയൻ്റെ വീട്ടിൽ പോയി പറയും, മകൾ മരിച്ച മടി കിടക്കുകയാണ്, ഇവളൊന്ന് ദഹിപ്പിക്കണ വരെ ഇവിടെ സൂക്ഷിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, കണ്ടില്ലേ, എളിമപ്പെടണം, കണ്ടില്ലേ? ഇപ്പം എന്താ ഈ ഹിസ്റ്ററി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കേ. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളവർക്ക് സ്ഥലമില്ലാത്തവർ എങ്ങനെ വീണ്ടും ചിന്തിക്കണത്? സ്ഥലമില്ലാത്തവരെങ്ങനെ വീണ്ടും ചിന്തിക്കണത്? വീട് വെക്കാൻ കാശില്ലാത്തവരെങ്ങനെയാണ് വീടിനെക്കുറിച്ച് ചിന്തിക്കണത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ ആളുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടി ആളുണ്ടല്ലോ. പക്ഷെ അതിന് വരാനോ? അതാണ് എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. ജെറമിയ 29:11 കർത്താവ് അരുൾ ചെയ്യുന്നു,
നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ജെറമ്യാ 29:11 നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി പറഞ്ഞേ. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മകളുടെ എല്ലാ അടിയന്തരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവളെ ശരിക്കും ഇങ്ങനെ സീറോ തനിക്ക് പറ്റിയ അബദ്ധങ്ങളും അതുപോലെ തന്നെ എല്ലാം മനസ്സിലാക്കി ഇവളെ എളിമപ്പെടണമുണ്ട്. എളിമപ്പെട്ടിട്ട് മാതാവിനോട് പറയും, മാതാവേ, എത്ര വർഷമായി ഞാൻ പഞ്ചായത്തിലൊരു അപേക്ഷ വെച്ചിട്ട് എനിക്കും കുഞ്ഞുങ്ങൾക്കും കയറി കിടക്കാൻ ഒരു തുണ്ട് ഭൂമി കിട്ടാൻ, എനിക്കൊരു തുണ്ട് ഭൂമി കിട്ടാഞ്ഞത് കൊണ്ടല്ലേ എനിക്കിങ്ങനെ വേറെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ മകളുടെ ഡെഡ് ബോഡി വെക്കേണ്ടി വന്നത്. ഇനി എന്ത് ജീവിതം, ഞാൻ മടുത്തു, നീ തന്നെ ഇതിൻ്റെ അകത്ത് ഇടപെടണമെന്ന് പറഞ്ഞു. ആ കമ്മ്യൂണിക്കേഷനായി കണ്ട ആൾ എളിമപ്പെട്ടു, കാര്യങ്ങൾ വന്നപ്പോൾ എളിമപ്പെട്ടു. കമ്മ്യൂണിക്കേഷനായി നീ തന്നെ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ, എനിക്ക് വേറെ ആരുമില്ല എന്ന് പറയും. അപ്പോഴൊരു പച്ച പേപ്പർ ഇങ്ങോട്ട് വന്നിട്ട് പ്രവടാന്നിങ്ങനെ കറുത്ത മനുഷ്യൻ എഴുതി കാണിക്കും കമ്മ്യൂണിക്കേഷൻ. അത് കഴിയുമ്പോൾ തന്നെ ഉടനെ പഞ്ചായത്ത് നിങ്ങളെ വിളിക്കും, എത്രയും വേഗം വന്നാൻ രേഖയെ BO നിങ്ങളെ വിളിക്കണമെന്ന് പറയും. അവിടുത്തെ റവന്യൂ ഓഫീസറാണ്. പിറ്റേ ദിവസം രേഖ BO എടുത്ത് ചെല്ലുമ്പോൾ പറയും, നിങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം അനുവദിച്ചിട്ടുണ്ടെന്ന് പറയും സർക്കാർ. ഇത്രയും സ്പീഡാണ് ഈ സംഭവം, ഇത്രയും സ്പീഡാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ അവൾ പട്ടാങ്ങിയായിട്ട് കാര്യം പറയും, അവൾ. പക്ഷെ പറയുമ്പോൾ നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ തിരുസന്നിധി ഞാനാണ് ദൈവം എന്നും പറഞ്ഞുകൊണ്ട് പറയരുത്. നീ എനിക്ക് വീട് താ, നീ എനിക്ക് സ്ഥലം താ, ബാക്കി സ്ഥലമൊക്കെ ബാക്കി വീടൊക്കെ ഞാൻ ഉണ്ടായിക്കൊള്ളാം. ഒരു കോൺഫിഡൻസിലോടും നിങ്ങൾക്ക് പറ്റുമായിരിക്കും, പക്ഷേ തന്നതിന് നന്ദി പറഞ്ഞാൽ മതി. നന്ദി എന്ന് പറയുമ്പോൾ അതിൻ്റെ അത്ര എളിമയുണ്ട്. പക്ഷേ ദൈവത്തിന് എന്താ നന്ദി പറയണത്? ഞാനല്ല എഴുതണത്. ചില കാണ്ടാമൃഗങ്ങൾ ഉടമ്പടി എടുത്തിരിക്കണത് എങ്ങനെയെന്ന് അറിയാമോ? ഉടമ്പടി എടുക്കും, പത്രം കൊടുക്കത്തില്ല. ഉടമ്പടി എടുക്കും, രോഗികളെ പോയി കാണത്തില്ല. എന്തിനാ ഇത്ര കഷ്ടപ്പെടണം? ഞാനല്ലേ പരിശോധന, ദൈവമല്ലല്ലോ അവൻ പരിശോധന എഴുതുന്നത്. പിന്നെ നീ എന്തിനാ ഉടമ്പടി എടുത്ത്? ആ കൂട്ടുകാരത്തിൽ വന്നപ്പോൾ ഞാൻ എടുത്ത്, അവരെടുത്തപ്പോൾ ഞാൻ എടുത്ത്, അതിന് കൊള്ളും സാറ്. പോരാ, വല്ല കാര്യമുണ്ട്? ആ എടുത്തപ്പോഴേ ഇനി അവർക്ക് ഉടമ്പടി എടുക്കാത്തതിൻ്റെ പേരിൽ എന്നേക്കാൾ കൂടുതൽ മാർക്ക് അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ബദൽ ഉടമ്പടി എടുത്തിരിക്കുകയാണ് കൊട്ടാരം. ഇങ്ങനെ കുറേ അവതാരങ്ങളുണ്ട്. ഉടമ്പടി എടുത്ത് എഴുതിയേക്കാവുന്ന എല്ലാ ആൾക്കാർക്കും ഒരുപോലെ അനുഭവമില്ലാത്തതിൻ്റെ കാരണം ഇതാണ് എൻ്റെ വിഷയം. ദൈവത്തിന് കമ്മ്യൂണിക്കബിൾ അല്ല, ദൈവത്തിന് കമ്മ്യൂണിക്കബിൾ അല്ല. അപ്പം അവർ മനസ്സിലിരിക്കണത് എന്താണ്? എടാ, ഞാൻ പത്രം കൊടുത്താലും പരീക്ഷ എഴുതേണ്ടത് ഞാനല്ലേ? അതാണ് വിഷയം. ഞാനിപ്പോൾ രോഗികളെപ്പോലെ കണ്ടാലും കണ്ടില്ലേലും പരീക്ഷ എഴുതേണ്ടത് ഞാനല്ലേ പഠിക്കേണ്ടത്. അപ്പോൾ ഞാനല്ലേ ദൈവത്തിന് എന്താണ് ഇവിടെ കാര്യം എന്നാണ് വിഷയം. അവളുടെ ആ അണ്ടർമൈൻഡ് വായിക്കുമ്പോൾ മനസ്സിലാക്കണത് എന്താണ്? ഞാനല്ലേ ദൈവം, വേറെ ഒരു ദൈവത്തിന് എന്താണ് ഇവിടെ കാര്യം. അപ്പം സാക്ഷാ ദൈവത്തിന് വേറെ ദൈവമാക്കുകയും ഇവളെ തന്നെ സ്വന്തം ദൈവമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യും. ലോകത്ത് എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം. ലോകത്ത് എല്ലാവർക്കും ഉണ്ട്. ഏതെങ്കിലും ഒരു നിലപാടിൽ അവർക്ക് 4 ശമ്പളം കിട്ടി, അവിടെ പ്രൊഫഷൻ ഓക്കെയാണ്, അവിടെ ജനങ്ങൾ അവിടെ ക്യാമറ ഇഷ്ടപ്പെട്ടു, ജനങ്ങൾ അവിടെ സിനിമ കണ്ടു, ജനങ്ങൾ അവിടെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ആദ്യം നിന്ന് നിഷേധിക്കുന്നത് മതം. അതൊക്കെ ഒരു ആധുനിക പഴയ ഇനിഷ്യലുള്ള മനുഷ്യന്മാരുടെ അന്നത്തെ കാലത്തെ ഒരു ആവശ്യമായിരുന്നു. ഇന്നെന്താ അതിന് പ്രസക്തി? അപ്പോൾ ഞാൻ നിർമ്മതനായി. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശം? ഇവൻ്റെ സിനിമ വിറ്റ് മാറണമെങ്കിൽ എല്ലാ ജാതിക്കാരും പോയി തിയേറ്ററിൽ കാണണം. ഇതിനകത്ത് ജാതിയാ മതമോ പറഞ്ഞാൽ വേറെ മതക്കാർ കയറത്തില്ല. അപ്പോൾ വിശ്വാസം വിറ്റിട്ട് ഇവൻ കച്ചവടം ചെയ്യും, അവൻ്റെ പ്രൊഫഷൻ കച്ചവടം ചെയ്യും. ഇതിനാണ് പ്രലോഭനം എന്ന് പറയണത്. കർത്താവിനെ അറിയാമായിരുന്നു ഇത് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ശത്രു അവൻ തന്നെയാണെന്ന്. ആരാണ് നമ്മുടെ ശത്രു? പിശാചൊന്നുമല്ല, വി അവർ സെൽഫ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഈ ദൈവരാജ്യം വരണമെങ്കിലും അതിന് വേണ്ട ആഹാരം കിട്ടണമെങ്കിലും പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. കൈയടിച്ചു കേട്ടോ. ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പട്ടാങ്ങി പറയേണ്ട ഒരു സംഭവമുണ്ട്. കർത്താവേ, ഒരു പ്രലോഭനത്തിൻ്റെ സിറ്റുവേഷനിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. കാരണം പ്രലോഭനങ്ങളുടെ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ദൈവം നിന്നെ കശാപ്പ് ശാലയിലേക്ക് വിടാനുള്ള സാധ്യതയുണ്ട്. നിൻ്റെ കയ്യിരിപ്പ് മോശമാണെങ്കിൽ നീ അറിയാതെ കശാപ്പ് ശാലയിലേക്ക് പോകും. എന്താ കാര്യം? നീ തന്നെ അഹങ്കാരിയായിട്ട് ദൈവത്തിന് അംഗീകരിക്കേണ്ടത് പോരായ്മയെ കരുതിയാൽ. ഇപ്പം എല്ലാം പുതിയ സാധനങ്ങളൊക്കെ വരുമ്പോൾ പുതിയ സാധനങ്ങളെല്ലാം പ്രലോഭനമാണ്. എ കൾച്ചറൽ ടെംപ്ടേഷൻ, ഒരു സാംസ്കാരിക പ്രലോഭനമുണ്ട്, സാമ്പത്തിക പ്രലോഭനമുണ്ട്. സാമ്പത്തിക പ്രലോഭനം എന്ന് പറയുന്നത് നിൻ്റെ ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെങ്ങനെ വിജയിച്ചതെന്ന് നോക്കുന്നേ, മറ്റുള്ളവരുമായിട്ട് മത്സരം വരും. അപ്പോൾ അവർ പറയാം കുട്ടിച്ചാത്തിൻ്റെ അടുത്ത് പോയിട്ടാണ് ആ ബിസിനസ്, അവർ കുട്ടിച്ചാത്തിൻ്റെ സേവ ചെയ്തിട്ടാണ്. എന്നാൽ പിന്നെ എന്നാ കാര്യം? ബിസിനസ് ചെയ്യാൻ കച്ചവടത്തിന് ലാഭത്തിന് വേണ്ടിയല്ലേ. അപ്പോൾ കർത്താവ് എല്ലാം ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇവനും കുട്ടിച്ചാത്തിൻ്റെ അടുത്ത് പോകും. കാര്യം ഒന്നുറങ്ങിയ നേരം എടുക്കത്തില്ല. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ശ്രുതികടെ ഹല്ലേലൂയ. അതൊരു വിഷയം എന്ന് വെച്ചാൽ സമൂഹത്തെ സപ്ലിമെൻറ്റ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ, സമൂഹത്തെ സംസ്കരിക്കണില്ല, വിശുദ്ധീകരിക്കണില്ല എന്ന് നീ ഒരു വിശ്വാസിയാകുമ്പോൾ അത് തന്നെ നിൻ്റെ ഒരു പരാജയമാണ്. എന്താ കാര്യം? ഈ ജീവിതത്തെ നമ്മൾ അംഗീകരിക്കണില്ലെന്ന് എൻ്റെ അർത്ഥം. എന്താ കാര്യം? ഈ ജീവിതത്തെ ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഈ ജീവിതം ക്രിസ്തുവിനെ സ്വീകരിക്കണം. ക്രിസ്തുവിനെ സ്വീകരിക്കാത്തൊരു സമൂഹത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നീ ഒരു നിലപാടെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളാണല്ലോ സാക്ഷികളെന്ന് പറയുമ്പോൾ വിശ്വാസത്തെ സാക്ഷ്യം കൊണ്ട് സ്ഥിരീകരിക്കണില്ലെങ്കിൽ ആ വിശ്വാസം നിർജീവമായ വിശ്വാസമാണ്. തോമസ് എന്നോ അല്ലെങ്കിൽ അലക്സ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജോസഫ് എന്നോ ഒക്കെ പേരിട്ട് കാര്യമില്ല. എന്നാ പേരിടാൻ പറ്റാത്തത്? വിശ്വാസം എന്താണെന്നറിയാതെ തരം കിട്ടുമ്പോൾ അവരുടെ അംഗീകാരത്തിനോ പണത്തിനോ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുമ്പോൾ സമൂഹത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ആൾക്കാർ ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ അവൻ്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. കാര്യം മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളോട് ഒത്തുതീർപ്പുകൾ ചെയ്യേണ്ടി വരുന്ന അപ്പോസ്തലന്മാർ, മിഷണറിമാർ ഒത്തുതീർക്കാത്ത സ്ഥലങ്ങളിലെല്ലാം പുതിയ കാലത്ത് നമുക്ക് ഒത്തുതീർക്കേണ്ടി വരുമ്പോൾ എന്താ പറ്റണമെന്നറിയാവോ? നിങ്ങളിൽ നിന്നെടുത്ത ദൈവരാജ്യം മറ്റുള്ളവർക്ക് നൽകപ്പെടുമെന്ന്. ദൈവരാജ്യം വിദ്യാർത്ഥിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും. ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ് ഹിയർ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിനെ സൈൽഡൈൻ ചെയ്തുകൊണ്ട് ഒരു സമാധാനം ഇവിടെ ഉണ്ടാക്കാൻ സഭയെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏൽപ്പിച്ച ആളുടെ പേര് ക്രിസ്തു എന്നായിരിക്കത്തില്ല, ദൈവം എന്നായിരിക്കത്തില്ല. വേറെ ആർക്ക് വേണ്ടി നമ്മൾ വിടുപണി ചെയ്തിരിക്കാം. ഒന്നെങ്കിൽ കാലത്തിന് വേണ്ടിയായിരിക്കും, കാലത്തിൻ്റെ പ്രവണതയ്ക്ക് വേണ്ടിയായിരിക്കും, ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി സാംസ്കാരിക സമുന്നതന്മാരായിട്ട് ബ്രാൻഡ് കിട്ടാൻ വേണ്ടിയായിരിക്കും. എനിവേ നമ്മൾ വിൽക്കുന്നത് സുവിശേഷത്തെയാണെന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. അതുകൊണ്ട് വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ ഒരവസരം നിനക്ക് കിട്ടിയാൽ വചനത്തിലൂടെ ഇന്നും പ്രവർത്തിച്ചുകൊണ്ട് വചനത്തെ നിഷ്കളങ്കമായി മുൻവിധിയില്ലാതെ സ്വീകരിച്ചുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ജനങ്ങളിലേക്ക് ദൈവം പതുക്കെ പതുക്കെ മൂവ് ചെയ്തു പോകണം നമുക്ക് കാണാൻ പറ്റും. അത് വലിയൊരു കാഴ്ചയാണ്. ദൈവാനുഭവത്തിൻ്റെ വർത്തമാനകാല സാക്ഷ്യങ്ങൾ. അതുകൊണ്ട് തന്നെ സുവിശേഷം ആദ്യമേ തന്നെ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ആർക്ക് ദാഹിച്ചാലും കുഴപ്പമില്ല, അവർക്ക് എൻ്റെ അടുത്ത് വരാം. എന്നിലൊന്ന് വിശ്വസിച്ച് കിട്ടിയാൽ ആരുടെയും ലൈസൻസ് വാങ്ങിക്കാതെ തന്നെ ജീവജലത്തിൻ്റെ അരുവികൾ ഈ വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങളിലേക്ക് ഒഴുകാൻ കൈയടിക്കട്ടെ. അപ്പം നമ്മൾ ആ കഥ മുന്നോട്ട് പോവുകയാണ്. രേഖയ്ക്ക് വീടായി, സ്ഥലമായി, മാതാവ് കൂടെയുണ്ട്. പക്ഷെ പെട്ടെന്ന് രേഖ ഉടമ്പടി തന്നെയാണ്. പക്ഷെ ഉടമ്പടിയിലാണെന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഉടമ്പടിയിലാകുമ്പോൾ ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗത്തിൽ മാത്രമാണ് നിൻ്റെ ശ്രദ്ധ വരണത്. പക്ഷെ ഉടമ്പടി നിയോഗത്തിൽ മാത്രം വെച്ച നിനക്ക് ഓക്കെ ആണെന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലേ,
ഈ രേഖയ്ക്ക് ഒരു നല്ല മകനുണ്ടായിരുന്നു. അവൻ ശാന്തനാണ്, സൗമ്യനാണ്, ഇന്ന് വരെ ഒരു ക്രിമിനൽ കേസിലോ ഒന്നുമില്ല. പക്ഷെ അവന് പെട്ടെന്ന് മച്ചാട് മാമാങ്കത്തിൽ വെച്ച് കുത്ത് കിട്ടി. അപ്പോൾ മകൻ അവിടെ ഒരു പ്രത്യേക അറിയപ്പെടുന്ന ഒരു ആയുർവേദ ക്ലിനിക്കിൽ നിന്ന് ആ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ വെച്ചുണ്ടായ കശപിശയിൽ ഇവരുണ്ടാക്കിയതില്ല, വേറെ ആൾക്കാരുണ്ടാക്കിയാണെന്ന് തോന്നണം. പക്ഷെ കുത്ത് ഇവന് കിട്ടി, പലർക്കും കിട്ടി. ചെറിയ കുത്തൊന്നുമല്ല, 14 കുത്ത് കഴുത്തിന്, 8 കുത്ത് നെഞ്ചിന്. ബോധം പോയി. അപ്പോൾ രേഖ ഓടി ആശുപത്രി ചെല്ലും. ചെല്ലുമ്പോൾ ഇവൻ മരിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട് വരണത്. അപ്പോൾ രേഖ പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താ പറയണത്? എൻ്റെ മകൻ മരിക്കില്ല, കാരണം എൻ്റെ മനസ്സിൽ കർത്താവ് എനിക്ക് നല്ല ശക്തി തരുന്നുണ്ട്. നിങ്ങളത് ചിന്തിക്കണം, ആ സിറ്റുവേഷൻസ് കണ്ട. ഇതുപോലെ ഇത്രയും വലിയ ഭയാനകമായ ഒരു സാഹചര്യം. അമ്മയാണ് ഇവർ. 4 മക്കളിൽ 3 പെൺമക്കളാണ്, ഒരു ആൺമകനേ ഉള്ളൂ. ആ മകനാണ് 14 കുത്ത് കഴുത്തിനും 8 കുത്ത് നെഞ്ചിനും കിട്ടിയിരിക്കണത്. അവന് ബോധമില്ല, മരിച്ചവരെ കിടക്കുകയാണ്. അപ്പോൾ രേഖ പറയണേ, എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. എന്താ കാര്യം? എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ എനിക്ക് ശക്തി നൽകിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും, അവൻ മരിക്കത്തില്ല, അവൻ മരിക്കത്തില്ല. ആൾക്കാരൊക്കെ പറയും അവൻ മരിക്കും, അവൻ മരിച്ചു പോകും കേട്ടോ, രേഖ പിടിച്ചു നിൽക്കണം കേട്ടോ, വളരെ മാരകമായ കുത്താണ് കിട്ടിയിരിക്കണത്. അവൻ മരിക്കത്തില്ല. എന്താണ് മരിക്കാത്തത്? ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. ഈ ആഴ്ചയിൽ ഏറ്റവും വലിയ സാക്ഷ്യമാണത്. ഞാനിതും പറഞ്ഞ് ആശുപത്രി ചെല്ലുമ്പോഴേ അവൻ ബോധമില്ലാതെ മണിക്കൂറോളം കിടക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ചെന്ന് അവനെ തൊട്ടതും അവൻ കണ്ണ് തുറന്ന് ഉടനെ എന്നോട് ആ മകൻ ചോദിച്ചു, അമ്മേ ഞാൻ മരിച്ചു പോകുക. ഇല്ലടാ, ഞാൻ മരിച്ച് എത്ര കാലം കഴിഞ്ഞാൽ നീ മരിക്കത്തുള്ളൂ, കാരണം നിന്നെ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. വിശ്വാസം വളരണം. കണ്ടില്ലേ? വിശ്വാസം വളരണ്ട. വിശ്വാസം വളരണത് പ്രഖ്യാപനത്തിലൂടെയാണ്. അല്ലാതെ വിശ്വാസം വളരണത് പ്രതിസന്ധികളിലെ നമ്മുടെ പ്രഖ്യാപനത്തിലൂടെയാണ് വിശ്വാസം വളരണത്. ഇത്രയും പറഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് അമ്മ ഈ 14 കുത്തും കരിച്ചു കളയും. ഈ കുത്ത് കിട്ടുന്ന സമയത്ത് അവൻ്റെ ഡോക്ടർ പറയണേ, അവൻ്റെ ഹൃദയവും കുത്തും തമ്മിൽ ഒരു ചകിരിനാരിൻ്റെ കുത്തിറങ്ങിപ്പോയിരിക്കണില്ലേ, അതും അവൻ്റെ ഹൃദയവും തമ്മിൽ ഒരു ചകിരിനാരിൻ്റെ വിടവേ ഉള്ളു. ഒരു ചകിരിനാർ തെറ്റിയാൽ ആ സ്പോട്ടിൽ അവൻ മരിക്കും. അതാണ് സംരക്ഷണം എന്ന് പറയണത്. സംരക്ഷണം. 2 ദിവസം കൊണ്ട് ആ മുറിവെല്ലാം 3-ാം ദിവസം അവൻ വീട്ടിലിരിക്കണം. അതായത് വിശ്വാസം പ്രഖ്യാപിക്കുന്നവർക്ക്, പ്രതികൂല സാഹചര്യം വിശ്വാസം പ്രഖ്യാപിക്കുന്നവർക്ക് ദൈവത്തിനറിയാൻ പറ്റും ഈ വിശ്വാസം ട്രെയിൻഡാണ്, ചോദന ചെയ്ത വിശ്വാസമാണ്. നമ്മുടെ ഈ അസംസ്കൃത വിശ്വാസത്തിലൊരു കുഴപ്പമുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവ് വിശ്വാസമുണ്ട്, സജീവ വിശ്വാസമുണ്ട്, നിർജീവ വിശ്വാസമുണ്ട്. ഈ സജീവ വിശ്വാസം തന്നെ വേറൊരു വകുപ്പുണ്ട്. എന്താ വിശ്വാസം? അതായത് ടെസ്റ്റഡ് ഫെയ്ത്ത്, നോൺ ടെസ്റ്റഡ് ഫെയ്ത്ത്. നമുക്ക് സാക്ഷ്യം പറഞ്ഞ് പോകാൻ പറ്റും, പക്ഷേ അതൊന്നും ദൈവം അംഗീകരിക്കണം നിർബന്ധമില്ല. ദൈവം അംഗീകരിക്കണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യണം. അഗ്നിശോധനയെ അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം. 1 പത്രോസ് 1:7. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഇവർ പുതിയ വിശ്വാസം വന്ന് എന്താണ്? ടെസ്റ്റഡ് ആൻഡ് വാല്യൂഡ് ഫെയ്ത്ത്. ടെസ്റ്റഡ് ആൻഡ് വാല്യൂ ആഡഡ് ഫെയ്ത്ത്. അപ്പോൾ ഒരു സാഹചര്യം വന്നാൽ നിൻ്റെ വിശ്വാസം ഉടനെ അത് ടെസ്റ്റാണ്. ആ ടെസ്റ്റിൻ്റെ അകത്ത് നിന്നെടുക്കുന്ന നിലപാടാണ് ഇതിനെ വാല്യൂ ആഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് എത്തിയത്? ആദ്യം വിശ്വാസം എങ്ങനെ വരുന്നത്? ധാരണ, പിന്നെ എങ്ങനെ വിചാരം, പിന്നെന്ത് വിശ്വാസം, പിന്നെന്ത് സജീവ വിശ്വാസം, നിർജീവ വിശ്വാസവും. സജീവ വിശ്വാസം എന്താണ്? സാക്ഷ്യമില്ലാത്ത വിശ്വാസം. സാക്ഷ്യവിശ്വാസം എന്ത് പറ്റും? ടെസ്റ്റഡ് ഫെയ്ത്ത്, നോൺ ടെസ്റ്റഡ് ഫെയ്ത്ത്. സാക്ഷ്യവിശ്വാസം പോലും
ടെസ്റ്റഡ് ആയിരിക്കുമ്പോൾ മാത്രമേ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? ദൈവം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ വിശ്വാസം വളർന്ന് ഈ വിശ്വാസം ഒരു പുണ്യമാണല്ലോ. ജപമാലയിൽ നമ്മൾ പറയുന്നില്ലേ, വിശ്വാസം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കാൻ, അല്ലേ? എൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. അപ്പോൾ വിശ്വാസം ഒരു പുണ്യമാണ്. അപ്പോൾ വിശ്വാസം പുണ്യമായിട്ട് നമ്മുടെ ആത്മാവിലേക്ക് ചേരണ ഒരു സമയമുണ്ട്. പുണ്യം എന്തിനാണ്? ശരീരത്തിലോട് വിശ്വാസത്തെ നിങ്ങൾ വർക്ക് ചെയ്യണത് ശരീരത്തിൻ്റെ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ്. ആൾക്കാർ രോഗസൗഖ്യം, ജോലി, വീട്, വിവാഹം, വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വിശ്വാസം ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷേ അതേസമയം തന്നെ അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമേ പ്രയോജനപ്പെടുന്നുള്ളൂ. പക്ഷേ നിത്യജീവിതത്തിനാണെങ്കിൽ വിശ്വാസം കൺവേർട്ട് ചെയ്ത് കൃപയായിട്ട്, അതിൻ്റെ ഒരു ഫെയ്ത്ത് മെക്കാനിസം, മെറ്റാബോളിസം അങ്ങനെയാണ്. അത് കൺവേർട്ട് ചെയ്തിട്ട് കൃപയായിട്ട് മാറും. കൃപയായിട്ട് മാറിക്കഴിഞ്ഞാൽ വിശ്വാസം ടെസ്റ്റഡ് ഫെയ്ത്താണ് അത് വിശ്വാസ കൃപയെന്ന് പറയണത്. വിശ്വാസ കൃപയെന്നാണ് എൻ്റെ പേര്. ആ വിശ്വാസ കൃപ എവിടെയാണ്? കർത്താവിൻ്റെ കൃപ അത് നമ്മുടേതല്ല. ഒരിക്കൽ ടെസ്റ്റ് ചെയ്താൽ പിന്നെ അത് കർത്താവിൻ്റെതായി മാറും. കർത്താവിൻ്റെ കൃപ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൻ്റെ കൂടെയല്ല. ഗലാത്യർ 6:19 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ കൃപ പറഞ്ഞേ, കർത്താവിന്റെ കൃപ നമ്മുടെ ആത്മാവിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഗലാത്യർ 6:18 ഗലാത്യർ 6:18 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ പറഞ്ഞേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇതാണൊരു വിഷയം. അതായത് സാധാരണ വിശ്വാസം ശരീരത്തിൻ്റെ കൂടെയാണ് ഉണ്ടാകണത്. വീട്, ജോലി, വിവാഹം, വാടകമാറ്റം, അതെല്ലാം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇതിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ ഉടമ്പടി എടുത്തിട്ടുള്ളെങ്കിൽ എന്താ സംഭവിക്കണത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. 1 കൊരിന്തോസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. അപ്പൊ ഭാഗ്യപ്പെട്ട വിശ്വാസം എന്ന് പറയണത് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുമ്പോഴാണ്. അതിന് വിശ്വാസം ടെസ്റ്റഡ് ആകണം. അല്ല, നിങ്ങൾ ചോദിച്ചു ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾക്ക് പണി കിട്ടിയല്ല എന്ന് പറയരുത്. ബുദ്ധിബോധമില്ലാത്ത മരക്കഴുതകളെ അങ്ങനെ പറയത്തുള്ളൂ. ആധ്യാത്മിക ശാസ്ത്രം അറിയണം. ഉടമ്പടി എടുത്താൽ ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം വരും ചില സമയത്ത്. എന്തിനാ കാര്യം? അത് നിത്യതയെ ഉൾച്ചേർന്നുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് നിനക്ക് ചിറക് നൽകി ദൈവം നിന്നെ ഉയർത്തുന്നതാണ്. ദൈവം നിന്നെ ഉയർത്തണം. അപ്പോൾ അത് രേഖയ്ക്ക് പക്ഷേ മനസ്സിലാക്കുക മാത്രമല്ല, അത് അഭിഷേകമായി. എന്താ കാര്യം? ആ ടെസ്റ്റിംഗ് ടൈമിൽ അതിൻ്റെ ആവിയും പുകയും, മകനാണ് കുത്തുകൊണ്ട് കിടക്കണത്, അവൻ മരിക്കലെന്നുള്ള ബോധ്യം അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അത് അഭിഷേകമാണ്. ഈ പ്രസൻസിന് ഒരു പ്രശ്നമുള്ളത്, ഈ പ്രസൻസ് പെട്ടെന്ന് കൺവേർട്ട് ചെയ്തിട്ട് അനോയിൻറ്റിംഗ് ആയിട്ട് മാറും, അഭിഷേകമായിട്ട് മാറും. അതുകൊണ്ടാണ് ഐശയ്യ പറയണത് 43:2 എടുത്ത്. ഐശയ്യ 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ കടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. എന്താ കാര്യം? അതാണ് അമ്മ അവള് പറയണത്. അതായത് ഞാൻ അഗ്നിയിലൂടെ നടന്നു, പക്ഷേ എൻ്റെ മകൻ എൻ്റെ കുത്തേറ്റ കാര്യത്തിൻ്റെ ആവിയോ പുകയോ ഞാൻ അനുഭവിച്ചില്ല. എന്താ കാര്യം? കർത്താവ് എൻ്റെ ഹൃദയത്തെ പൊതിഞ്ഞു. അതിൻ്റെ ആവിയും പുകയും നീറ്റലും നിരാശയും അതിൻ്റെ ഭയവും സങ്കടവും ഒന്നും ഏൽപ്പിക്കാത്ത രീതിയിൽ ഇതിന് അനോയിൻറ്റിങ് എന്ന് പറയും. ക്രിസ്ത്യാനിറ്റി മാത്രമുള്ള ഒരു ആധ്യാത്മിക അനുഭവമാണ്. അതാണ് അനോയിൻറ്റിങ്. അതായത് എല്ലാ ഡേഞ്ചറസ് സിറ്റുവേഷനിലും പെട്ടെന്ന് അനോയിൻറ്റിങ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു പുതിയ വിമാനം കണ്ടുപിടിച്ചിട്ടില്ലേ? എന്താ കാര്യം? വിമാനം ഇങ്ങനെ പോണ സമയത്ത് കത്ത് പിടിച്ചെന്ന് വിചാരിച്ചോ? അപ്പോൾ ഹെഡിനോ ടെയിലിനോ ബോഡിക്കോ കത്ത് പിടിക്കാം. അപ്പോൾ പൈലറ്റിൻ്റെ കയ്യിൽ 3 ബട്ടണുണ്ട്. എന്താ കാര്യം? ഇത് 3 ബട്ടണിൽ ബോഡി ഇപ്പോൾ 244 യാത്രക്കാരുമായിട്ട് പോകുന്നൊരു വിമാനമാണ്. അപ്പോഴതിൻ്റെ ഹെഡിനാണ് തീ പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ടെയിലിനാണ് തീ പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും ആ സെക്കൻഡിനുള്ളിൽ. അതിനുള്ളിൽ ഡ്രൈവർ പൈലറ്റ് ഒരു ബട്ടനെ അമർത്തി കഴിഞ്ഞാൽ ഉടനെ ഒരു 10-20
പാരച്യൂട്ട് ഈ ബോഡി സെക്ഷനിൽ നിന്ന് മേലോട്ട് പോകും. എന്നിട്ട് ടെയിലും ബോഡിയും ഹെഡും കത്തിപ്പിടിച്ച ഭാഗം ഇതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് അതിൻ്റെ പാരച്യൂട്ട് ഓൺ ചെയ്യും. എന്നിട്ട് ഈ 20 പാരച്യൂട്ടും ഈ ജനങ്ങളുമായിട്ട് ബോഡി പാർട്ടുമായിട്ട് വിമാനം വന്ന് കരയിൽ ലാൻഡ് ചെയ്യും, അല്ലെങ്കിൽ വെള്ളത്തിൽ ലാൻഡ് ചെയ്യും. ആ പുതിയ ഇപ്പം അത് കമ്പനിക്ക് കൊടുത്ത് അത് മാർക്കറ്റിലേക്ക് വരും ഉടനെ. അപ്പം എന്താ, ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഉടമ്പടിയിൽ ഇരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിന്നെ ഡാമേജ് ആക്കാതെയാണ് ഉടമ്പടി ചെയ്യത്തുള്ളൂ. ഉടമ്പടി നിനക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ തന്നിട്ട് അതിൻ്റെ ആവിയും പുകയും നിന്നെ ഡിപ്രഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ആവിയും പുകയും നിന്നെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി നിന്നെ സംരക്ഷിക്കാം. അതിനാണ് ഈ ഭയം എന്ന് പറയുന്ന വിഷയത്തെ ഉടമ്പടി ശരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് അറിയണം. ഭയത്തിന് കൂടി പാക്കേജ് ഉടമ്പടിയിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ രേഖയുടെ ദൈവാനുഭവങ്ങളെല്ലാം സമ്മറൈസ് ചെയ്തുകൊണ്ട് രേഖ അവസാനം പറയുന്നൊരു വചനമുണ്ട്. അത് ഐസയ 45:2 എല്ലാവരും പറയുന്ന വചനങ്ങളാകാം, കുറേ പേര് അത് പറയാറുണ്ട്. അത് ഒരു ഉടമ്പടി വചനമാണത്. എന്താണ്? ഞാൻ നിനക്ക് മുമ്പേ പോയി. ഏശയ്യ 45:2 ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഇത് രേഖ പറഞ്ഞിട്ട് അവൾക്ക് വ്യാഖ്യാനം വരെ അവൾ തന്നെ പറയുന്നുണ്ട്. ഭയങ്കര രസമാണ്. ഈ ജ്ഞാനസ്ഥാനപ്പെടാത്ത ആൾക്കാരൊക്കെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് കർത്താവിനെ അറിഞ്ഞിട്ട് അവസാനം വചനം ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കണൊക്കെ കഴിഞ്ഞാൽ വലിയ വിസ്മയമാണ് ശരിക്കും. ഇത്രയും പറഞ്ഞതിന് ശേഷം ഇതെല്ലാം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. ഈ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഞാൻ നിനക്ക് മുമ്പേ പോകുമെന്ന്. ഈ 9 കൊല്ലം ഞാൻ അപേക്ഷ വെച്ചിട്ട് എന്നെ അവിടെ അടുപ്പിക്കാതിരുന്ന ഒരു പഞ്ചായത്ത് ഓഫീസർ ഉണ്ടായിരുന്നു, സെക്രട്ടറി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി ഞാൻ ഈ വാടകയ്ക്ക് ഇനി എൻ്റെ മക്കളാരും മരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ തന്നെ മരിച്ച ഈ ഡെഡ് ബോഡി എവിടെ കിടത്തും? അമ്മയ്ക്ക് ഈ വിഷയത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലേ, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോൾ നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴേ അമ്മ ചെയ്ത പരിപാടി എന്താണെന്നറിയാവോ? അന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന ഇവൾക്ക് സ്ഥലം കൊടുക്കാതിരുന്ന പഞ്ചായത്ത് സെക്രട്ടറിയെ ആ സെക്കൻഡിൽ സ്ഥലം മാറ്റിക്കളഞ്ഞ് ഇതിന് പുതിയ ആളെ വെച്ചിട്ടാണ്. അപ്പുറത്തെ പുതിയ ആളെ വെക്കുന്നതല്ല, പുതിയ ആൾക്കാരങ്ങനെ വരാൻ പോവുകയും ചെയ്യും. ഇവരെ വിളിച്ച് പിറ്റേ ദിവസം എന്നിട്ട് വിയോടുത്ത് ചെന്ന് കണ്ടിട്ട് നിങ്ങൾ സ്ഥലം വാങ്ങിക്കാൻ പറഞ്ഞു. എന്നിട്ട് രേഖ പറയണത് എന്താണെന്നറിയാവോ? ഇതാണ് മല, കർത്താവ് എടുത്ത് മാറ്റിയെന്ന്, ഞാൻ നിനക്ക് മുമ്പേ പോകുമെന്ന്. അത് ജനത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ദൈവവചനത്തെ സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കണില്ലേ? വ്യാഖ്യാനിക്കണ എന്താ അനുഭവങ്ങൾ? അത് എന്താ കാര്യം? ഇത് പാക്കേജിലുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ നോക്കിയത്. ഞാൻ നിനക്ക് മുമ്പേ പോകും, പിച്ചളവാതിൽ ഒടിക്കും, ഇരുമ്പോഴമ്പലേക്ക് തകർക്കും. നിനക്കെതിരെ നിൽക്കുന്ന ശക്തികൾ എന്തായാലും അത് നിനക്ക് തകർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ യാത്ര തുടങ്ങുമ്പോൾ ഞാൻ നിനക്ക് മുമ്പേ പോകും. വാഗ്ദാന പേടകത്തിലുള്ള ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് ഉടമ്പടിയിലുള്ള. സംഖ്യ 10:33 അവർ കർത്താവിന്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് 3 ദിവസം യാത്ര ചെയ്തു. വാഗ്ദാന പേടകം കാവിക്കൊണ്ട് ഇവർ യാത്ര ചെയ്യുകയും അവർക്ക് ഒരു വിശ്രമസ്ഥലം ആരാഞ്ഞുകൊണ്ട് ഒന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ് അവർക്ക് ഒരു വിശ്രമ സ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിന്റെ വാഗ്ദാന പേടകം അവരുടെ മുമ്പിൽ പോയി കൈയടിക്കട്ടെ. PSC പരീക്ഷ PR എല്ലാ സാധനവും നിന്നെ മലകളായി നിൽക്കുമ്പോഴും ഇരുമ്പോടാമ്പളായി നിൽക്കുമ്പോഴും പിച്ചള വാതിലായി നിൽക്കുമ്പോഴും ഇത് തകർക്കാൻ വേണ്ടി നിനക്ക് മുമ്പേ പോകുന്ന ശക്തിയാണ് വാഗ്ദാന പേടകം. ആ വാഗ്ദാന പേടകമായിട്ട് നിന്നെ കണക്ട് ചെയ്യണതാണ് ഉടമ്പടി. ആ ഉടമ്പടി നീ ദൈവത്തോട് ചെയ്യുന്നതിലൂടെയാണ് വാഗ്ദാന പേടകം നീയുമായിട്ട് കണക്ഷനിൽ വരണത്. പിന്നെ ദൈവം വാഗ്ദാന പേടകമായി ദൈവം വർക്ക് ചെയ്യണതെല്ലാം വാഗ്ദാന പേടകത്തിൻ്റെ ഒരു സിഗ്നിഫിക്കൻസിലാണ് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് കർത്താവ് വന്നപ്പോഴും കർത്താവ് വാഗ്ദാന പേടകമാണല്ലോ. കർത്താവ് എന്താ പറയണത്? ഞാൻ നല്ല ഇടയനാകുന്നു, വാഗ്ദാന പേടകത്തെ പോലെ ഞാൻ എൻ്റെ ആടുകൾക്ക്
യോഹന്നാൻ 10:4 തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കും. ദൈവം നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്താ? അതിൻ്റെ കാരണം എന്താണ്? നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്താണ്? നമുക്ക് മുമ്പേ പോകും. ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും കൂടെയല്ലേ വരത്തുള്ളൂ. പല സംഭവത്തിനും നമ്മുടെ കൂടെ വന്നിട്ട് വലിയ കഥയൊന്നുമില്ല. പല ചോര കാണുമ്പോൾ തല ചുറ്റി വീഴാൻ കൊള്ളാം. അതാ പ്രശ്നം. അതായത് നമുക്ക് മുമ്പേ ഒരാളുണ്ടാകണം. ഉടമ്പടി നിനക്ക് മുമ്പേ ഒരാളുണ്ടാകും. അതാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ ഈ ആടുകൾക്ക് മുമ്പേ നടക്കണം. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടി മുമ്പേ നടക്കണത്? അതായത് നമ്മളെ സംഖ്യയിൽ വാഗ്ദാനപടത്തെക്കുറിച്ച് പറയുന്ന സംഖ്യയിൽ 10:30 എന്താ പറയണത്? തൻ്റെ ജനത്തിന് വേണ്ടി ഒരു വിശ്രമസ്ഥലം തേടിക്കൊണ്ട് വാഗ്ദാന പേടകം ജനത്തിന് മുമ്പേ പോയി. ഈ ആടുകൾക്ക് വേണ്ടി ഈ ഇടയൻ എന്താ ചെയ്യണത്? മുമ്പേ പോവുകയാണ്. എന്തിനാണ് പോണത്? ഒരു വിശ്രമസ്ഥലം തിരക്കിയാണ്. അത് നിങ്ങളുടെ നിയോഗങ്ങൾ നിറവേറ്റാൻ തന്നെയാണ്. നിങ്ങളുടെ ഭൗതിക നിയോഗങ്ങൾ, ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനമാണ്. അത് നിത്യത വരെ ഇതിന് മുമ്പിലുണ്ടാവും. ഇത് കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എന്തെല്ലാം കാര്യങ്ങളാണ്. വീട് കഴിയുമ്പോൾ, വീട് വെച്ച് കഴിഞ്ഞ് അച്ഛൻ പിഞ്ചിരിച്ച് പോകുമ്പോൾ ഒരാശ്വാസമായി. ഇനി മഴ കൊള്ളാതെ കിടക്കാം, അല്ലേ? വിശ്രമ സ്ഥലം അല്ലേ? ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ ഒരു വിശ്രമമായി മനസ്സിന്. ഇത്രയും നാൾ ജോലിക്ക് വേണ്ടി അരകിയിരുന്നു. അതല്ലേ ആ ദീപട്ടിത്തെ പറയണത്. അവരുടെ എന്നാ ടീച്ചറ്? പ്രിയ ടീച്ചർ ഡോക്ടറാണ്. അപ്പോൾ അവർക്ക് ഡോക്ടർ ആണെങ്കിൽ കോളേജിൽ പഠിപ്പിക്കാൻ അവർക്ക് ചാൻസ് ഇല്ല. 15 കൊല്ലം അലയുകയാണ്. 15 കൊല്ലം അലഞ്ഞ് ഉടമ്പടി എടുത്തപ്പോൾ കർത്താവ് മുമ്പേ പോയി. കർത്താവ് മുമ്പേ പോയിട്ട് എന്ത് ചെയ്ത്? ഈ കേരളത്തിൽ അവളുടെ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ അവർക്ക് ജോലിക്ക് ആവശ്യമുള്ളൊരു കോളേജിനെ കർത്താവ് റെഡാറിലേക്ക് കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തു. മകളെ ഇവിടെ അപേക്ഷിക്കുക. നിൻ്റെ രൂപതയൊന്നും അല്ല, വേറെ രൂപതയാണ്. രൂപത ഏതാണ് തീരുമാനിക്കേണ്ടത്? ജോലി തരേണ്ടത് ഞാനാണെന്ന് പറയും. ദൈവം ആ വിഷയം ടേക്കപ്പ് ചെയ്ത് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ മാനുഷിക നിയമങ്ങൾക്കൊന്നും അതിൻ്റെ അപ്പുറത്തേക്ക് വർക്കൗട്ട് ചെയ്യണത്. ഇവളുടെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന വേറെ രൂപത്തിലുള്ള ഒരു സ്കൂൾ കാണിച്ചു കൊടുക്കും. ഉടനെ ഇവർക്ക് ഡൗട്ട് തോന്നും, ദൈവമേ അത് നമുക്ക് കിട്ടാത്തില്ലല്ല, നമുക്ക് ക്ലെയിം ഇല്ലാത്ത സ്ഥലമാണല്ലോ. അപ്പോൾ നിനക്ക് ക്ലെയിം ഇല്ലാത്ത സ്ഥലത്ത് ആർക്ക് ക്ലെയിമുണ്ട്? നിൻ്റെ ദൈവത്തിന് ക്ലെയിം ഉണ്ടാകും. ഇവർ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? ഉടമ്പടി തീരാൻ 17 ദിവസമേ ഉള്ളൂ. 90-ാം പക്കത്തിൽ 17 ദിവസം കൊണ്ട് ഉടമ്പടി തീരും. 21 ദിവസം കൊണ്ട് ഇവളുടെ ഏജ് ഓവർ ആകും. 17 ദിവസം കൊണ്ട് ഉടമ്പടി തീരും. 21 ദിവസം കൊണ്ട് ഏജ് ഓവർ ആകും. കർത്താവ് എന്ത് ചെയ്ത്? ഏജ് ഓവർ ആകുന്നതിന് മുമ്പ്, ഉടമ്പടി തീരുന്ന മുമ്പ് ഇവൾക്ക് ആ സ്കൂളിൽ പെർമനന്റ് അപ്പോയിന്റ് കൊടുക്കും. ഇതാണ് നിനക്ക് മുമ്പേ സഞ്ചരിക്കുന്ന വാഗ്ദാന പേടകത്തിന് നിന്റെ ദൈവം. കൈയടിക്കട്ടെ. മനുഷ്യന്മാരെല്ലാവരും വ്യഥ അനുഭവിക്കുന്നത്, വേർക്കുന്നത് എന്തിനാണ്? ഒരു വിശ്രമസ്ഥലം കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ 10:23 തൻ്റെ ജനത്തിന് വേണ്ടി ഒരു വിശ്രമസ്ഥലം ഒരുക്കാൻ വാഗ്ദാന പേടകമായി അവൻ്റെ ദൈവം അവർക്ക് മുമ്പേ സഞ്ചരിച്ചു. ഈ മുമ്പേ സഞ്ചരിച്ച ദൈവത്തെ തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 10:4 പറയണത്. അവൻ തൻ്റെ ആടുകളെ ആലയിൽ നിന്ന് പുറത്താക്കിയിട്ട് അവയ്ക്ക് മുമ്പേ ഒരു വിശ്രമസ്ഥലം ഇറക്കാൻ വേണ്ടി പോകും. അത് വിശ്രമസ്ഥലം ഒരുക്കാൻ വേണ്ടിയാണ് ആടുകൾക്ക് മുമ്പേ പോകണമെന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? സങ്കീർത്തനം 23:2 വായിച്ചാൽ മനസ്സിലായി. സങ്കീർത്തനം 23:2 പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയുമേ കോൺഫിഡൻസ് എന്താണെന്ന് പറയുന്നുണ്ട്. അവൻ്റെ എന്താണ്? അവിടുത്തെ ചെങ്കോലും ദെണ്ണും. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും. മരണത്തിന്റെ നിഴൽ വീണ
മരണത്തിന്റെ നിഴലിൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. അപ്പൊ നടക്കത്തില്ലെന്നൊന്നുമില്ല, നടക്കുന്നതെങ്കിലും അതാ വിഷയം. അതായത് നടക്കുന്നത് എങ്കിലും. സ്വാഭാവികമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് അങ്ങനെയുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകാം. എങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. ഞാനാണ് ഉറപ്പെന്ന് നടക്കിയത്. കാരണം കോൺഫിഡൻസ്. അഹങ്കാരികൾക്ക് അവർ തന്നെയാണ് ഉറപ്പ്. വിനയമുള്ളവർക്ക് ദൈവമാണ് ഉറപ്പ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവൻ്റെ ഊന്നുവടിയാണ്. എന്നാണ് നിന്റെ ഇടയൻ്റെ ഊന്നുവടി നിനക്ക് കോൺഫിഡൻസ് നൽകുന്നുണ്ടെങ്കിൽ ഇടയൻ നിന്റെ മുമ്പിലുണ്ടെന്ന് ഉറപ്പാക്കണം. ചുരുക്കട്ടെ, ഹല്ലേലൂയ. പേശികളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിന്റെ രക്തം തളിക്കപ്പെടട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തില് അവരുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തില് മാർഗരോഗങ്ങൾ തീരാവേദികള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ജയിലകപ്പെട്ട മക്കള്, ജയിലിലേക്ക് പോകുന്ന മക്കള്, കോടതിയിൽ കേസിരിക്കുന്ന മക്കളെ എല്ലാം കർത്താവിന്റെ വിശുദ്ധ രക്തത്താൽ, കർത്താവിന്റെ ഉന്നതമായ നാമത്തില് മാർഗദോഷങ്ങള്, വേദികള്, ദുരിതങ്ങള്, തടസ്സങ്ങള് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ, സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയനോട് ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യസന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്നുവെന്ന വലിയ വചന വെളിപാടിന് നമുക്ക് നന്ദി പറയാം. വാഗ്ദാന പേടക സാന്നിധ്യമായി നമുക്ക് മുമ്പേ സഞ്ചരിച്ച് നമുക്ക് വിശ്രമസ്ഥലം കണ്ടെത്തി തരുന്ന അവിടുത്തെ കരുതലിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം ഈശോയതെല്ലാം ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാക്കി മാറ്റണമേ. ഞങ്ങളെയും സാക്ഷികളാക്കി അന്ത്യം വരെയും നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും